എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ വിശ്വാസിയും സാമ്പത്തികവും സംബന്ധിച്ചാണ് സംസാരിക്കാം. ക്രിസ്ത്യ ജീവിതത്തിൽ സമ്പത്തിനുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച്, കാശിനെ കുറിച്ച് എന്ന് പറയും. അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? പണത്തെ കുറിച്ച് പറയുന്ന ഇഷ്ടമല്ലേ? പിന്നെ പണമില്ലാത്തവൻ പിണമാണെന്നല്ലേ സാറ് പറയാറുള്ളത്. ഇപ്പോ പണം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും ഉണ്ടാക്കിയാൽ അത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്നും പണത്തെ എങ്ങനെയാ നമ്മൾ കാണേണ്ടതെന്നും അങ്ങനെ പല കാര്യങ്ങൾ പണത്തെ കുറിച്ച് പറയാനുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് പണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാള് ആത്മീയനാണോ ജഡികനാണോ എന്നൊക്കെ അറിയണമെങ്കിൽ പണത്തോടുള്ള ആളുടെ സമീപനം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടേ മതി എന്നുള്ളത് ശരിയാ. ഉണ്ണാനും ഉടുക്കാനും വേണമല്ലോ. ചിലർക്ക് പിന്നെ ഉണ്ടെങ്കിലും ഉണ്ടുകയില്ല ഉടുക്കുകയില്ല, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കും. നല്ല പ്രസ്താവനകളാണ്. വിശ്വാസികൾക്കായാലും അവിശ്വാസികൾക്കായാലും ഒരുപോലെ താല്പര്യമുള്ള വിഷയമാണ് പണം. കാരണം പണമില്ലാതെ ആർക്കും ജീവിക്കാനൊക്കെ, എന്തിന് നമ്മുടെ കർത്താവിന് പോലും ഒക്കുകയില്ലായിരുന്നു. പണം അധികം കൈകാര്യം ചെയ്ത ഒരാളല്ല കർത്താവ്. എങ്കിലും ഒരു സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ പത്രോസ് പോയി മീൻ പിടിച്ച് മീനിന്റെ വായി തുറന്ന് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന ചതുദ്രഹ്മ പണം ടാക്സ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ കർത്താവിനും പണം വേണം. കർത്താവിന്റെ ശിഷ്യന്മാർക്കെല്ലാം പണം വേണം. പണമില്ലാതെ ആർക്കും ജീവിക്കാനായിട്ട് ഒക്കുകയില്ല. ഇന്നേ വരെ പണമില്ലാതെ ജീവിക്കാൻ. പണം എന്ന് പറഞ്ഞാൽ ഞാൻ വസ്തുക്കളും സാധനങ്ങളും ഒക്കെ അതിൽ പെടുന്നതാണ്. പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പണം ഉള്ളവരെല്ലാം ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നില്ലെന്നോ ആഹാരം കഴിക്കുന്നില്ലെന്നോ ഒന്നുമല്ല. എന്താ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് അവൻ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്ത് ഉത്തരവാദിത്വങ്ങളെല്ലാം നിർവഹിച്ച് അവകാശങ്ങളെല്ലാം അനുഭവിച്ച് ബന്ധങ്ങളെല്ലാം പുലർത്തി കടപ്പാടുകളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നതിനായി ജീവിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ജീവിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ജീവിക്കാൻ മറന്നു ഒരു മനുഷ്യനാ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പണം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ അധ്വാനിച്ച് പക്ഷെ അതിനിടയിൽ നഷ്ടപ്പെട്ടു പോയത് ജീവിതമാണ്. ജീവിക്കേണ്ടതുപോലെ ജീവിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. ബൈബിളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് ഈ പണമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമകളിൽ 4 ഉപമകൾ പണത്തെ സംബന്ധിക്കുന്ന, താലന്തുകളെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും ദ്രവ്യയെ കുറിച്ചും ഇങ്ങനെയൊക്കെയുള്ള 4 ഉപമകള് പണത്തെ കുറിച്ച് പറഞ്ഞ ഉപമകൾ. അപ്പൊ കർത്താവ് അങ്ങനെ 4 ഉപമകൾ പണത്തെ കുറിച്ച് പറയണമെങ്കിൽ കർത്താവിന്റെ മനസ്സിൽ പണം വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. അതുപോലെ പഴയ നിയമത്തിൽ സമ്പത്തിനെ കുറിച്ചും പണത്തെ കുറിച്ചുമുള്ള പ്രസ്താവനകൾ എത്രയധികം ഉണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ പഴയ നിയമ കാഴ്ചപ്പാടും പുതിയ നിയമ കാഴ്ചപ്പാടും തമ്മിൽ കുറെ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. രണ്ടിടത്തും പണം ആവശ്യമാണ്, രണ്ടിടത്തും പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടും പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവം ഇസ്രായേലിന് ചെയ്ത വാഗ്ദത്തങ്ങളും എല്ലാം ഈ ഭൂമിയോട് ബന്ധപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾക്കൊരു ദേശം തരാം, അതിന്റെ അതിരുകളൊക്കെ പറഞ്ഞ് ഇവിടെ തുടങ്ങി ഇവിടം വരെ ആയിരിക്കും നിങ്ങൾ അധ്വാനിക്കണം, അത് ഞാൻ വിളവ് തരാം, നിങ്ങളുടെ കൃഷി അനുഗ്രഹിക്കാം, നിങ്ങളുടെ കന്നുകാലികളെ അനുഗ്രഹിക്കാം, പാലും തേനും ഒഴുകുന്ന ദേശമാണ് നിങ്ങൾക്ക്. സ്വർഗത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടോ? വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പഴയ നിയമ വിശ്വാസികളെ കുറിച്ച് സ്വർഗം സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പുതിയ നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പഴയ നിയമത്തിൽ അത് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. പഴയ നിയമത്തിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ എങ്ങനെയാണ് ഒരു സത്യയഹൂദൻ ജീവിക്കേണ്ടത്, സത്യവിശ്വാസി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, അവൻ അധ്വാനിക്കേണ്ടത് എങ്ങനെയാണ്, മിച്ചം വെക്കേണ്ടത് എങ്ങനെയാണ്, തിന്നേണ്ടത് എങ്ങനെയാണ്, കുടിക്കേണ്ടത് എങ്ങനെയാണ്, ആരാധിക്കേണ്ടത് എങ്ങനെയാണ്, അവൻ പള്ളി പണിയേണ്ടത് എങ്ങനെയാണ്, പള്ളിയിൽ പോകേണ്ടത് എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയെക്കുറിച്ച് അധികം ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇവിടെ 5 വസ്തു പോലും തരാമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്, നമ്മളത് നോക്കിയാണ് പാർക്കുന്നത്. ഇവിടെ നമുക്ക് സ്ഥിരമായ വാസമില്ല, തിന്നാനും കുടിക്കാനും ഉണ്മാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വയ്ക്കുക. അതിൽ കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല, ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെയില്ല. അപ്പൊ ഇവിടെ കഷ്ടിച്ചൊക്കെ ജീവിക്കാൻ ധാരാളം മതി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് പറയുന്ന ഒരു വാക്യം പഴയ നിയമത്തിലില്ല. പഴയ ധാരാളിത്വമാണ്, ധാരാളമായിട്ട് ഒരു അനുഗ്രഹിക്കാൻ. നിങ്ങളുടെ കളപ്പുരകൾ നിറഞ്ഞു കവി എന്നൊക്കെയാണ്. ശാപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മഴ പെയ്യില്ലെന്നും നിങ്ങൾക്ക് കൊയ്ത്ത് നഷ്ടപ്പെടുമെന്നും ശത്രുക്കൾ വന്ന് നിങ്ങളുടെ എല്ലാം കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ പാപം ചെയ്തതിന്റെ ഫലമായിട്ടാണ്. നിങ്ങളെ ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് അങ്ങ് സമൃദ്ധിയെ തരാവുന്ന ഈ
പ്രോസ്പെരിറ്റി ഗോസ്പലുകാരുണ്ടല്ലോ, സമൃദ്ധിയുടെ സുവിശേഷക്കാർ, അവരെല്ലാം ഈ പഴയ നിയമത്തിലെ വാക്യങ്ങളാണ് എടുക്കുന്നത്. പുതിയ നിയമത്തിലെ വാക്യങ്ങളൊന്നും അവരെടുക്കുകയില്ല, പഴയ നിയമത്തിലെ വാക്യങ്ങൾ എടുക്കുന്നത്. കാരണം പഴയ നിയമത്തിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട് സമൃദ്ധിയുടെ സുവിശേഷം. ദൈവത്തെ അനുസരിച്ചും മാനിച്ചും കൽപ്പനകൾ അനുസരിച്ചും ജീവിച്ചാൽ ദൈവം ധാരാളം തരാമെന്നാണ് പറഞ്ഞത്. നിന്നെ പാലല്ല തലയാക്കാമെന്നും നിങ്ങളുടെ ദേശം സമൃദ്ധിയാകുമെന്നും എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആ വാഗ്ദത്തങ്ങളെല്ലാം വായിച്ചേച്ച് പുതിയ വിശ്വാസികൾ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണ്. ദൈവം ഇപ്പൊ തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് 10 സെന്റ് സ്ഥലം പോയി ഇവിടെ മിക്കവാറും വാടകഘട്ടത്തിലായിരിക്കും താമസിക്കുന്നത്. വാടകഘട്ടത്തിൽ താമസിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങള് വായിച്ച് ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുക. അങ്ങനെ ഒരു സന്തോഷമാണല്ലോ, സ്വപ്നം കണ്ട് ജീവിക്കുന്ന സന്തോഷമാണ്. പക്ഷെ ഇത് രണ്ടിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യവും ബന്ധവും. ദൈവത്തിന്റെ മഹത്വവും ദൈവിക പരിപാടിയുടെ നിവൃത്തിയുമാണ് രണ്ടിടത്തെയും വിഷയം അത് തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വം, പഴയ നിയമത്തിലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണമെന്നാണ്, പുതിയ നിയമത്തിലും അത് തന്നെയാണ്. അതുപോലെ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പരിപാടി, പുതിയ നിയമത്തിന് ദൈവത്തിന്റെ പരിപാടിയുണ്ട്. രണ്ട് പരിപാടി രണ്ടാണെന്നുള്ള കാര്യം ശരിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്നി ഭൂമിയെ പറ്റിയ അല്ലെ ആകാശത്തെ പറ്റിയ. അവസാനം വന്നിട്ട് രണ്ടും കൂടെ ചേർന്ന് പുതിയ ആകാശവും പുതിയ ഭൂമി രണ്ടും കൂടെ ഒരുമിച്ചു. ആകാശത്തിൽ ജീവിക്കാൻ, സ്വർഗത്തിൽ ജീവിക്കാനുള്ളതായിരിക്കും ജനത്തെ, അത് പുതിയ നിയമത്തിൽ ഒരുക്കുന്നു. ഈ ഭൂമി ജീവിക്കാനുള്ള ജനത്തെ അത് പഴയ നിയമത്തിൽ ഒരുക്കി. അവർക്ക് വാഗ്ദത്തം ചെയ്ത് സഹസ്രാബ്ദ വാഴ്ചയും എല്ലാം ഇവിടെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ഇവിടെ തരാം, ഇവിടെ നിങ്ങൾ ജീവിക്കാൻ ഒരുക്കിക്കോളെന്നാണ് പറഞ്ഞു. ഇത് നിങ്ങൾക്കുള്ളതാണ്. നമ്മളോട് പറഞ്ഞു ഇവിടെ ഒന്നേക്കും ചിന്തിക്കേണ്ടത് അവിടത്തേക്ക് ചിന്തിച്ചോളാൻ പറഞ്ഞു, ഏപ്പെട്ട് നോക്കി ജീവിച്ചോളാൻ പറഞ്ഞു. അവിടെ നിന്ന് സ്ഥലം ഒരുക്കാനാ പോകുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കും, പഴയ നിയമത്തിൽ ദൈവം അബ്രാഹാമിനെ കൊടുത്ത വാഗ്ദത്തങ്ങളെ, യാക്കോബിനെ കൊടുത്ത വാഗ്ദത്തങ്ങൾ ചിലതൊക്കെ എനിക്കും തന്നിരുന്നെങ്കിൽ ഞാൻ വെക്കുന്ന വെണ്ടി പഴുതിനെയൊക്കെ എന്തോ ഒരു കാഴ്ച കഴിഞ്ഞ്. അതെ, അവിടെയൊക്കെ പോയിരുന്ന അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളും ഒക്കെ ഉരുവിടാനായിട്ട് തുടങ്ങി 100 മേനി വിളയുന്നതും ഒക്കെ, പക്ഷേ ഒന്നും വിളയുന്നില്ല. എല്ലാം ഈ വണ്ടുകളും ചെള്ളുകളും ഒക്കെ കൊണ്ടുപോവാ. ഇവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ജീവിക്കുന്നതായിരിക്കുന്ന കാലഘട്ടവും അവർ ജീവിക്കുന്ന കാലഘട്ടവും രണ്ടും രണ്ടാ അല്ലേ. മരുഭൂമി മലർവാടിയാകും അവരെ സംബന്ധിച്ച്. നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും മലർവാടികൾ മരുഭൂമിയായി മാറുന്നതായിരിക്കും സ്ഥിതിയായി. ഇന്നത്തെ വിശ്വാസികളൊക്കെയുള്ള കേരളത്തിലെ വിശ്വാസികളുടെ നിലങ്ങളൊക്കെ പോയി എല്ലാം മലർവാടികളായിട്ടാണ് കിടക്കുന്നത്, മരുഭൂമിയായിട്ടാണ് കിടക്കുന്നത്. എന്തോ ഒരു സ്ഥലങ്ങളാ ഒരു കൃഷിയില്ലാതെ ഇങ്ങനെ കിടക്കുക. പിന്നെ അവരൊക്കെ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയി അവിടുത്തെ മലർവാടികളിൽ നിന്നും പൂക്കളൊക്കെ പറിച്ച് മണപ്പിച്ചൊക്കെ ജീവിക്കുന്നതായിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെയൊന്നും ഒന്നൊരു പ്രയോജനമില്ലെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ഈ ഭൂമിയെ സംബന്ധിച്ച് യാതൊന്നും ഇല്ലെന്നല്ല, നമുക്കുണ്ട്. ഭൂമി അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. ഭൂമിയെ ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുന്നതാണ് ഭൂമി. പക്ഷേ നാം ഈ ഭൂമിയെ മെച്ചപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. നമ്മുടെ മനുഷ്യരെ മെച്ചപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കുന്നവർ. പഴയ യഹൂദന്മാരോട് പറഞ്ഞില്ല, നിങ്ങളുടെ ഭൂമിയിലെങ്ങും പോയി സകല ജാതികളെയും നിങ്ങൾ യഹൂദന്മാരാക്കണമെന്ന്. അങ്ങനൊരു കൽപ്പന അവർക്ക് എന്താ കൊടുക്കാഞ്ഞെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പോയി സകല ജാതികളെയും യഹൂദന്മാരാക്കണം, അല്ലെങ്കിൽ ശിഷ്യന്മാരാക്കണമെന്ന്. അതാക്കാൻ വേണ്ടി ദൈവം അവരെ കൂടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്യുമായിരുന്നു. അവരെ ലോകത്തിന്റെ അറ്റത്തോളം ചെതറിക്കുമായിരുന്നു. കാരണം അവരങ്ങനെ ചെതറിക്കുന്നത് വഴിയാണ് അവർ യഹോവയെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ന്യായപ്രമാണത്തെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നത്. കർത്താവ് പറഞ്ഞപ്പോൾ കടലും കരയും കടന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പോയി ആളുകളെ മതത്തിൽ ചേർക്കുന്നു. അവിടെ ഈ മതപരിവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പുതിയ നിയമ വിശ്വാസികളെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ യഹൂദന്മാരൊരിടത്തും അങ്ങനെ മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം പോയില്ല. അവർ പോയതൊക്കെ ബിസിനസ്സിന് വേണ്ടിയാ പോയ. വഴിയിൽ അവർ കുറച്ചൊക്കെ ഉപകാരങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഒരു വ്യത്യാസങ്ങളുണ്ട് ഇതില്, തീർച്ചയായിട്ടും ഒരു വ്യത്യാസമുണ്ട്. അപ്പോ ആദ്യം ഞാൻ പഴയ നിയമത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയും. അപ്പൊ പഴയ നിയമം പരിശോധിച്ചാൽ സാമ്പത്തിക പാലനം, മണി മാനേജ്മെന്റ് എന്ന് ഞാൻ പറയട്ടെ, സംബന്ധിച്ച് ഉള്ള അനേക പ്രമാണങ്ങൾ നമുക്ക് കാണാം. അപ്പൊ പഴയ നിയമം പരിശോധിച്ചാൽ ഈ മണി മാനേജ്മെന്റ് സംബന്ധിച്ച് പല വ്യക്തമായ പ്രമാണങ്ങൾ യഹൂദന്മാർക്ക് കൊടുത്തിരുന്നു. ആ പ്രമാണങ്ങൾ അവർക്ക് മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ, അത് നമുക്കും ഉള്ളതാണ്. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ സൂക്ഷിച്ചു വേണം എന്നുള്ളതേ ഉള്ളൂ. പ്രമാണങ്ങൾക്കല്ല വ്യത്യാസം, പ്രമാണങ്ങളുടെ ആപ്ലിക്കേഷൻ. അവിടെ ആയാലും പുതിയ നിയമത്തിലായാലും ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് ഇതാണ്: സാമ്പത്തിക സമൃദ്ധിയുടെ ഹേതു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. The cause of material blessings is God. ദൈവത്തെ ഒഴിച്ചു നിർത്തി ഒരു സാമ്പത്തിക അനുഗ്രഹം പഴയ നിയമത്തിലുമില്ല, പുതിയ നിയമത്തിലും. പഴയ നിയമ വിശ്വാസികൾക്കുമില്ല, പുതിയ നിയമ വിശ്വാസികൾക്കും. യഹൂദന്മാരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാലം ഏതാ?
ദൈവത്തോടടുത്ത് ജീവിച്ച കാലം. അവർക്ക് എല്ലാം നഷ്ടമായ കാലം ഏതാ? അവർ ബാലിന്റെ പുറകെയും അക്ഷരോത്ത് പ്രതിമയുടെ പുറകെയും അന്യജാതികളുടെ പുറകെയും ഒക്കെ പോയതായിരിക്കുന്ന കാലത്ത് അവരെ ഏറ്റവും എല്ലാം നഷ്ടമായത്. അവസാനം അവരുടെ വിഗ്രഹാരാധന മുതലായിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ദൈവം അവരെ നാട്ടിൽ നിന്നും പറിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി, അസീറിയയിലേക്ക് കൊണ്ടുപോയി. വിഗ്രഹങ്ങളെ നാട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. ഇഷ്ടംപോലെ ആരാധിക്കാൻ സ്ഥലമാണ്, എവിടെ നോക്കിയാലും വിഗ്രഹം. അത് കണ്ട് പിന്നെ അവസാനം മടുത്തു. ബാബിലോൺ പ്രവാസത്തിന് ശേഷം യഹൂദന്മാർ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു യഹൂദനും വിഗ്രഹത്തെ ആരാധിച്ചില്ല. കാരണം അവിടെയുള്ള ദേവന്മാരെയും ദേവിമാരെയും കണ്ട് മടുത്തെന്ന് മാത്രമല്ല, ഈ ദേവന്മാർക്കും ദേവിമാർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നുള്ള കാര്യം മനസ്സിലായി. ബാബിലോൺ സാമ്രാജ്യത്തെ പേർഷ്യക്കാർ വന്ന് തച്ചുടച്ച് നശിപ്പിച്ചപ്പോൾ ഇവരുടെ ദേവന്മാരും ദേവിമാരും ഒക്കെ കവിണ് വീണ് കിടക്കുക, കൈയും ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് തലയൊടിച്ച് ഇങ്ങനെ കിടക്കുക. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവന്മാരെ കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഒരു കാര്യവും എന്ന് മനസ്സിലായി. അതിന് ശേഷം അവർ പറഞ്ഞു, ഈ പരിപാടി മതിയെന്ന് പറഞ്ഞു. അവർക്കൊരു കാര്യം മനസ്സിലായി, അനുഗ്രഹം വേണമെങ്കിൽ ദൈവം തന്നെ വേണം. ദേവന്മാർക്ക് അനുഗ്രഹം തരാനായിട്ട് സാധിക്കുക. അത് പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്റെ ന്യായപ്രമാണത്തിൽ ഇടത്തോട്ട് വലത്തോട്ട് തിരിയാതെ ഈ ന്യായപ്രമാണത്തിലെ വാക്കുകളെ നിങ്ങൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരെ വിചാരിച്ചു, ഇല്ല, ഈ ജാതികളായ രാജ്യങ്ങളൊക്കെ വളരെ സാമ്പത്തികമായി ഉയരുന്നതിന്റെ കാരണം അവരുടെ ദേവന്മാരാണെന്ന് വിചാരിച്ചു. അതെ, പ്രവാചകന്മാരുടെ പറഞ്ഞല്ലോ, ഞങ്ങൾ ആകാശരാജ്ഞിക്ക് അപ്പച്ചിട്ടുന്ന ആളുകൾ ഞങ്ങൾക്ക് ഭയങ്കര സുഖമായിരുന്നു പറഞ്ഞു. പിന്നെ ചുട്ടപ്പത്തി രണ്ടെണ്ണം ഇവർക്ക് തിന്നരുതോ? കുറച്ച് കഴിഞ്ഞ് ആകാശരാജ്ഞിയില്ല, ആകാശ രാജാവും ഇല്ല, ആകപ്പാടെ ബന്ധപ്പെട്ടു. അങ്ങനെ അവർ ചിന്തിച്ചൊരു കാലമുണ്ട്. അവർക്ക് വന്ന അനുഗ്രഹങ്ങളെല്ലാം ആകാശരാജ്ഞി കൊണ്ടുവന്നതും ബാബേലിന്റെ ദേവന്മാർ കൊണ്ടുവന്നതും അസീറിയയുടെ ദേവന്മാർ കൊണ്ടുവന്നതും അശൂരിന്റെ ദേവന്മാർ കൊണ്ടുവന്നതും ഒക്കെ ആണെന്ന് അവർ വിചാരിച്ചു. ഇപ്പോഴും അങ്ങനെയൊക്കെ ചില വിശ്വാസികളുണ്ട് കേട്ടോ. അവർ വിചാരിക്കുന്ന അവരുടെയൊക്കെ സാമ്പത്തിക സമൃദ്ധി എന്നൊക്കെ പറയുന്നത് ഈ ബൈബിൾ അനുസരിക്കുന്നത് കൊണ്ടൊന്നുമല്ല. പലരും വിചാരിക്കുന്നത് ബൈബിൾ അനുസരിക്കുന്നത് പോലെ പൊട്ടത്തരം വേറെ ഒന്നുമില്ല. കാശ് കളയാനുള്ള പരിപാടിയായി ഈ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് ഈ ബൈബിൾ പൊക്കിക്കണോ നടന്നിട്ട് വല്ലവനും കാശ് ഉണ്ടാക്കിയിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാരാ ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാനെടുത്ത് പേര് പറയുന്നില്ല. കുറച്ച് ആളുകളൊക്കെ ഈ ചുറ്റുപാടുമൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. അവരൊക്കെയാണ് കാശുണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ നമ്മളെപ്പോലുള്ളവരൊന്നും കാശുണ്ടാക്കിയിട്ടില്ലല്ലോ. കൊച്ചു ദേശീയത്ര ഭക്തനായിരുന്നു, 10 പൈസ ഉണ്ടാക്കിയില്ല പാവപ്പെട്ട മനുഷ്യൻ. സൈമൺ സാർ ഭക്തനായിട്ടൊക്കെ ജീവിച്ചു, 10 പൈസ ഉണ്ടാക്കി. അവരൊക്കെ കർത്താവിന് വേണ്ടി രാത്രി പകലും പാടുകയും പ്രസംഗിക്കുകയും ചെയ്ത് 10 പൈസ അവർക്ക് കൊടുത്തില്ലെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ടാ ജീവിച്ചതും മരിച്ചത്. പിന്നെ എവിടെ ഈ പഴയ നിയമത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ എവിടെയാ? അപ്പൊ അതൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ പറയുന്നത് കാശുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒക്കെ ദേവന്മാർ വേണം. ശബരിമല അയ്യപ്പനും വല്ലതും ഒക്കെ നേരാമെങ്കിൽ ഒരുപാട് കാശ് കിട്ടുമെന്നാണ് പറയുന്നത്. ഗുരുവായൂരപ്പന് നേരാമെങ്കിൽ കാശ് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ പുട്ടപർത്തിയിലെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുണ്ട്, പളനിയിലുണ്ട്. പോകണം, പോയി വല്ല നേർച്ചയിട്ടിട്ട് കാശുമായിട്ട് വരണം. ആളുകൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന വിശ്വാസികൾ പോലും ഉണ്ട്. പക്ഷേ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സാമ്പത്തിക സമൃദ്ധി ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പുറപ്പാട് ദിവസം 23-ാം അധ്യായത്തിന്റെ 25 തുടങ്ങി 30 വരെ, നീ എന്റെ കൽപ്പന അനുസരിച്ച് നടന്നാൽ ഇതെല്ലാം നിനക്ക് തരുമെന്ന് പറയുന്നത്. അനുഗ്രഹം തരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അനുഗ്രഹം തരും. ശത്രുക്കളെയൊക്കെ ഓടിച്ചു കളയും. നിന്റെ ആടുമാടുകളുടെ വേറും പിറപ്പും ഒക്കെ നിങ്ങളുടെ മാവ് കൊഴിക്കുന്ന ചട്ടികളും കൊട്ടകളും ഒക്കെ കവിഞ്ഞങ്ങൊഴുകും. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് ദിവസം 20-ന്റെ 24 വായിച്ച്, നീ എന്നെ ആരാധിക്കണം, എനിക്ക് യാഗം കഴിക്കണം, ഞാൻ എന്ത് ചെയ്യും? ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ പറയുന്നത് എന്താ? ഒരാടുണ്ടായിരുന്നതിനെ കൊണ്ട് യാഗം കഴിച്ചപ്പോ ആടുമില്ല, ഒന്നുമില്ല, അല്ലേ? തോതരാഴ്ചയിൽ അച്ഛന് കാശുണ്ടായിരുന്നു, അതിനകത്ത് തോതരാഴ്ച ഇട്ടിപ്പോ തിരിച്ചു പോകാൻ വണ്ടി കുഴിക്ക് കാശുമില്ലെന്ന് പറയുന്ന വിശ്വാസികളാ. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എവിടെ അനുഗ്രഹിക്കുമെന്നാ പറയുന്നല്ലേ? അത് യഹൂദനോട് ചോദിക്കണം, എവിടെ അനുഗ്രഹിക്കുമെന്ന്. ആവർത്തന പുസ്തകം 2-ന്റെ 7 വായിച്ചേ. അതാ പറയുന്നത്, നിനക്ക് ഒരു മുട്ടും വന്നിട്ടില്ല. നീ മരുഭൂമിയിൽ കൂടെ 40 കൊല്ലം നടന്നു. നിന്റെ ചെരുപ്പ് 40 കൊല്ലം ഒരേ ചെരുപ്പ് ഉപയോഗിച്ചിട്ട് അതിന്റെ വാറ് പോലും തേഞ്ഞില്ല, ചുവടും തേഞ്ഞില്ല, വാറും തേഞ്ഞില്ല, ഒന്നും തേഞ്ഞില്ല. കാലിനൊരു നീര് പോലും വന്നില്ല. ഇവിടെ കുഴമ്പ് വിട്ട് എണ്ണയും തേച്ച് തിരുമ്മി സോക്സ് വിട്ട് നടക്കുക. എന്നാൽ രാവിലെ എഴുന്നേക്കുമ്പോ ഇത്രയുണ്ട്. അവര് മരുഭൂമി കൂടെ മണലിനകത്തൂടെ നെറുകയും കുറുകയും നടന്നിട്ട് അവിടെ കാലയില് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെന്താ, ദൈവം നമ്മളോട് ഇല്ലാഞ്ഞിട്ട് തന്നോ? നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ കാല് നീര് വരില്ലെന്നുള്ള വാഗ്ദത്തമല്ല.
നീരില്ലാത്തൊരു കാലം അവിടെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. നീരില്ലാത്തൊരു കാലം, രോഗമില്ലാത്തൊരു ശരീരം ഒക്കെ നമുക്ക് അവിടെ തരും. ഇവിടെയുള്ള നീരും കൊണ്ടൊക്കെ നമ്മൾ നടക്കുക. ഇനി കുഴപ്പമില്ല, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ആവർത്തനം 7:13 മുതൽ 15 വരെ വായിച്ച് ഈ വാക്യമൊക്കെ നമ്മൾ ഏറ്റവും വായിച്ച് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ വാക്യം പ്രശ്നം അവകാശപ്പെടുക. എനിക്കൊരു പശുവുണ്ട്, പ്രസവിക്കുന്നില്ല, ഇരട്ടക്കിടാക്കളാക്കണേ. ഒരു പശുവുണ്ട്, ഒരു പുറം പാല് വീതം ഓരോ തരം കറക്കാനായിട്ട് കഴിയണം. മുറ്റത്തൊരു തെങ്ങുണ്ട്, അതിൽ ഓരോ കൊലയിലും 100 തേങ്ങ വീതം. ഓരോ പ്രാവശ്യം കയറുമ്പോഴും ഒരു 200 തേങ്ങ വീതം ഇടണം. 5 തെങ്ങയിലും കയറി അവസാനം കിട്ടുന്ന 50 തേങ്ങ. യഹൂദനോട് പറഞ്ഞ വാഗ്ദത്തം അതാണോ? അല്ല, ഈ വേദഭാഗം നമുക്കുള്ളതല്ലേ? നമുക്ക് അവകാശപ്പെടാൻ ഒക്കില്ലേ? അതൊക്കെ അങ്ങനെ അവകാശപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഇത് ആരോട് എപ്പോൾ എന്തിനു വേണ്ടി പറഞ്ഞു എന്നൊന്നും മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാ. കോണ്ടക്ച്വൽ ഇന്റർപ്രിട്ടേഷൻ ഒന്നുമില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമല്ല നമുക്കുള്ളതാന്ന് ചോദിച്ചാൽ നമുക്കുള്ളതല്ല, അബ്രഹാമിന്റെ സന്തതിക്ക് ഉള്ളതാണ്. അത് വാഗ്ദത്തം വേണമെങ്കിൽ നമ്മൾ പരിച്ഛേദന യഹൂദനാണ്. പിന്നെ ഇന്നിപ്പോ ആ കാലഘട്ടമല്ല. പിന്നെ നിങ്ങൾക്ക് ഇനി നിർബന്ധമാണെങ്കിൽ പോയി യഹൂദനൊക്കെ പോയിട്ട് പരിച്ഛേദനയുടെ പേരും മാറി അവിടെയും കാണാൻ കനാലിലെങ്ങാനും ഒരു 10 സെന്റ് വസ്തുവും വാങ്ങിച്ച് ഒരു പശുവിനെയൊക്കെ വളർത്തിയാൽ ചിലപ്പോൾ ഇതൊക്കെ കിട്ടിയേക്കുമായിരിക്കും, എനിക്കറിയില്ല. കാരണം ഇത് അതിനുള്ള കാലഘട്ടം അല്ലല്ലോ. അപ്പൊ അബ്രഹാമിക വാഗ്ദത്തങ്ങളുടെ ഭാഗമാണ് ഇതൊക്കെ. യഹൂദന് കൊടുത്തതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഭയങ്കര മനോഹരമായ വാഗ്ദത്തങ്ങളാണ്. അതൊക്കെ വായിച്ച് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം എന്താ, കർത്താവ് യഹൂദനോട് വാഗ്ദത്തം ചെയ്തതെല്ലാം അക്ഷരം പോലെ നിറവേറ്റിയിട്ടുണ്ട്. എവിടെയെങ്കിലും പരാജയം വന്നെങ്കിൽ അത് യഹൂദന്റെ പരാജയം. അവനെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചില്ല, ദൈവത്തിന്റെ കൽപ്പനകളെ മാനിച്ചില്ല. അതുകൊണ്ടാണ്, ദൈവത്തിന്റെ അവിശ്വസ്തതയല്ല. അപ്പോൾ സാമ്പത്തിക സമൃദ്ധിയുടെ ഹേതു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ ഭാഗങ്ങളിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആടുകളുടെ വേറും പിറപ്പും ഒക്കെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കൊട്ടകൾ, മാവ് കൊഴിക്കുന്ന കൊട്ടകളും പട്ടികളും ഒക്കെ നിറച്ച് കഴിയും, നിന്റെ ചക്കുകളൊക്കെ വീഞ്ഞുകൊണ്ട് നിറയും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. രോഗമൊന്നും വരില്ല, രോഗമൊക്കെ ഞാൻ മാറ്റും, ആകാശം നിനക്ക് മഴ തരും, ഭൂമി നിനക്ക് ഫലം തരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാവുന്ന എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിൽ അവർക്ക് കൊടുക്കുന്നത് വേറെ, നമുക്ക് വരുന്നത് വേറെ. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മോട് പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് തരും. ഈ 82 വർഷം ജീവിച്ചിട്ട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു ആവോളം. അതുകൊണ്ട് ദൈവം എന്നെ ആവോളം അനുഗ്രഹിച്ചു. യഹൂദന് കൊടുത്ത അനുഗ്രഹമൊന്നും എനിക്ക് തന്നില്ല. 1 സെന്റ് വസ്തു പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ മാവ് വെച്ച് മാങ്ങ തിന്നാന്ന് വിചാരിച്ചു. ഒരു മാങ്ങ പോലും ഈ വർഷം ഉണ്ടായില്ല. ഒരു മാവ്, നാട്ടുമാവ് കൊണ്ടുവച്ച ഒരു കാര്യമായിട്ട് 4-5 കൊല്ലമായി കായ്ക്കും എന്ന് പറയും. ഞാൻ ചിലപ്പോൾ ഞാൻ വിചാരിക്കും, യഹൂദന് കൊടുത്ത അനുഗ്രഹം കർത്താവ് എനിക്കൂടെ തന്നിരുന്നേ ആ മാവ് നിറച്ച് മാങ്ങ കിട്ടിയേനെ. അപ്പൊ നമുക്ക് വിരോധമില്ല. കാരണം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഇവിടുത്തെ മാവിന്റെ മാങ്ങ തിന്നിട്ടാ, നീ കടയിൽ പോയി വാങ്ങിച്ച് നിനക്ക് ഒരു കിലോ മാങ്ങ തന്നാൽ മതി. ഡയബറ്റീസും പ്രമേഹവും ഇല്ല, ഒത്തിരി ഇത് കഴിച്ചാലും കുഴപ്പമില്ല, വല്ലപ്പോഴും ഒരു മാങ്ങ കഴിച്ചാൽ. പക്ഷെ ഒരു കാര്യം അപ്പോഴും ഉണ്ട്. എന്താണ്? ഈ സാമ്പത്തിക പ്രമാണത്തിന്റെ, സാമ്പത്തിക അനുഗ്രഹത്തിന്റെ ഒന്നാം പ്രമാണം എന്താണ്? നിനക്ക് എന്തെങ്കിലും സാമ്പത്തിക ഗുണം ഉണ്ടാകണമെങ്കിൽ അത് ആരിൽ നിന്നേ ഉണ്ടാവും? ദൈവത്തിൽ നിന്നേ ഉണ്ടാവൂ. നിന്റെ അധ്വാനം കൊണ്ടും നിന്റെ ബുദ്ധി കൊണ്ടും ഒന്നുമല്ല ഉണ്ടാകുന്നത്, അത് ദൈവം നിനക്ക് തരുന്നത്. ഈ ഒരു സത്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് ബാധകമായിരിക്കുന്ന സത്യമാണ്. രണ്ടാമത്തെ പ്രമാണം എന്താണ്? സാമ്പത്തിക സമൃദ്ധിയുടെ മാനദണ്ഡം. ഇത് വളരെ പ്രധാനമാണ്, നോക്കണം. ആദ്യം പറഞ്ഞ സാമ്പത്തിക സമൃദ്ധിയുടെ ഹേതു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. സാമ്പത്തിക സമൃദ്ധിയുടെ മാനദണ്ഡം, അതായത് നിന്നെ എത്രത്തോളം ദൈവം അനുഗ്രഹിക്കും എന്നുള്ളത് എന്താ അതിന്റെ മാനദണ്ഡം? ദൈവഭക്തിയാണ്. നീ എത്രത്തോളം ഭക്തനാകും അത്രത്തോളം നിന്നെ ഞാൻ അനുഗ്രഹിച്ചേക്കാന്നോ. നീ എത്രത്തോളം ഭക്തനാകുമോ, നീ യോബിനെ പോലെ ഭക്തനായ നിന്നെ യോബിനെ പോലെ അനുഗ്രഹിക്കാം, അബ്രഹാമിനെ പോലെ ഭക്തനായ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കാം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ നീ ജീവിച്ചാൽ ദാവീദിനെ പോലെ അനുഗ്രഹിച്ചേക്കാം. എത്രയോ സമ്പന്നന്മാരായ ആളുകള്. ദൈവം പറഞ്ഞു ദൈവഭക്തിയുടെ മാനദണ്ഡം. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണല്ലോ. മാനദണ്ഡം അത് തന്നെയാണ് എന്ന് പറഞ്ഞത് തന്നെ ആയിരിക്കണം. 3 യോഹന്നാൻ ചെറിയൊരു പുസ്തകം, എനിക്ക് ഇഷ്ടമുള്ള പുസ്തകമായി. പുസ്തകം എഴുതിയപ്പോ യോഹന്നാൻ പറഞ്ഞു, പ്രിയ ഗായോസ് എഴുതുന്നത്, പ്രിയനെ നീ സകലത്തിലും സുഖവും ശുഭവും ആയിരിക്കുന്നത് പോലെ, അല്ല, നിന്റെ ആത്മാവ് സുഖവും ശുഭവും ആയിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായി. കണ്ടില്ലേ? നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നിന്റെ ഭൗതികതയും സുഖമാകണം. അതാ മാനദണ്ഡം. പഴയത്തിലും അതാ, പുതിയത്തിലും അതാ. പഴയത്തിലും പറഞ്ഞ അതാണ്, നീ എത്രത്തോളം ദൈവഭക്തനാകുന്നു അത്രത്തോളം നിന്നെ അനുഗ്രഹിക്കാം. പുതിയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നീ എത്രത്തോളം ദൈവഭക്തനാണ് അത്രത്തോളം ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷെ അനുഗ്രഹത്തിന്റെ ലിമിറ്റ് എന്താന്ന് ചോദിച്ചാൽ, നിന്നെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. നിനക്ക് ഒരിക്കലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അത് ഇവിടുത്തെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവത്തെ ഞാൻ എത്രത്തോളം അനുസരിച്ചാലും
പൗലോസ് അപ്പോസ്തലൻ അനുസരിച്ചതുപോലെ അനുസരിച്ച് നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്ന കാലത്ത് പിതാവിനെ അനുസരിച്ചതുപോലെ അനുസരിച്ചാലും അതിൽ ഒരു സ്വർണ്ണക്കട്ടി എനിക്ക് തരൂ. യഹൂദനാന്ന് ചിലപ്പം കർത്താവ് കൊടുത്തേക്കും, കർത്താവ് പറയുന്ന മുഴുവൻ നീ എടുത്തോളാം. പക്ഷേ ഭക്തിയുടെ മാനദണ്ഡമാണ് ഭക്തിയാണ് മാനദണ്ഡം. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 28-29 വായിച്ചേ. മോശയോടെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു. സീനായി പർവ്വതത്തിൽ വെച്ച് മോശ ഇറങ്ങി വന്ന് അത് മുഴുവൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അവരതെല്ലാം കേട്ടിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. തിരിച്ചു മോശ കയറി ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, മോശെ അവർ പറഞ്ഞു ഞാൻ കേട്ടെന്ന് പറഞ്ഞു, നിന്നോട് പറഞ്ഞു വാക്കുകളെ അനുസരിക്കുക. അവർ നന്നായിരിക്കേണ്ടതിന് മാത്രമല്ല അവരുടെ തലമുറകൾ, അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഈ പറഞ്ഞ വാക്ക് അവർ പാലിക്കുകയാണ്. ഏതാ? ഞാൻ അവരോട് പറഞ്ഞ വാക്കുകളെല്ലാം അവരനുസരിക്കുകയാണെങ്കിൽ ഞാൻ അവരെ എന്ത് ചെയ്യും? അവരെ അങ്ങനെ അനുഗ്രഹിക്കും. അത് ദൈവത്തിന് വാഗ്ദത്തമാണ്. അനുസരിച്ചാൽ അനുഗ്രഹിക്കുക എന്നുള്ളത്. അത് ഭക്തി എന്ന് പറഞ്ഞ അനുസരണമല്ലേ? ആണല്ലോ. ആവർത്തനം 8-6 തുടങ്ങി വായിച്ചേ. എല്ലാം പറഞ്ഞിരിക്കും. എന്താ വേണം? മെറ്റലർജി വേണം, ഇരുമ്പ് വേണം, താമ്രം വേണം, ജമ്പ് ജമ്പ് വെട്ടിയെടുത്തോളാണ് പറയുന്നത്. അതുപോലെ വൃക്ഷങ്ങളെ കുറിച്ച് നമ്മളുടെ വലിയ കാര്യമായിട്ട് പറയുന്നതായിരിക്കുന്ന എല്ലാ വരവൃക്ഷങ്ങളും അവിടെ ഉണ്ട്. പാലും തേനും അങ്ങ് ഒഴുകുക. കനാൻ നാട്ടിൽ പോയിട്ട് വന്ന ഒരാളിനോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും അങ്ങനെയാന്ന് പറഞ്ഞു. അവിടുത്തെ പശുക്കള് ഇങ്ങനെ തീറ്റിന് നടക്കുമ്പോ പാല് ഇങ്ങനെ അഴുകിട്ട് പൊക്കോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. കറന്നെടുക്കാൻ വയ്യാതെ ചെലുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഈ ഈത്തപ്പനകളുടെ ഒക്കെ ഓരോ പനയുടെ ഓലയിലും തേനീച്ച കൂടുകൾ ഇത്ര നീളമുള്ള തേനീച്ചകളാണ് കൂട് കെട്ടി കിടക്കുന്നത്. നിലത്ത് വന്ന് മുട്ടിയാണ്. ആർക്കും വേണമെങ്കിൽ ഒന്ന് ഊതിയിട്ടൊന്നും അടുത്തെത്തില്ല. അങ്ങനെ കിടക്കുകയാണ്. പാലും തേനും ഒഴുകുന്ന ദേശമാണത്. ഇവിടെ വല്ലപ്പോഴും എവിടെങ്കിലും ഒരു തേൻ കൂട് വെച്ചെന്ന് കണ്ട് നമ്മൾ എടുക്കാൻ ചെന്നാൽ 3 കഴിയും കൊള്ളും, 3 കുത്തും കൊള്ളും. പിന്നെ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ്. അങ്ങനെ എല്ലാം അവർക്ക് അനുഗ്രഹമല്ലേ? മുഴുവനും അനുഗ്രഹമാണ്. നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അങ്ങോട്ട് അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാല് അവർ പറയുന്നത് ഏലിശ പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് പറഞ്ഞു, നീ പോയി പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് പറഞ്ഞത് എണ്ണ പകരാനൊന്നുമില്ല. അവർ അയൽവക്കത്തെല്ലാം പോയി കുറെ കുട്ടവും പൊന്നും വാങ്ങിച്ചിട്ട് വെച്ചു. അമ്മ എണ്ണ ഇങ്ങനെ പകർന്നു കൊടുക്കും. മോനെ തീർന്നു വെച്ച് മാറ്റി വെച്ചിരിക്കുമ്പോൾ പറഞ്ഞാ കൂടുതൽ പാത്രം കൊണ്ടോ തീർന്നു പോയി, പാത്രമേ ഇല്ലെന്ന് പറഞ്ഞു. എണ്ണ അങ്ങ് തീർന്നു എന്ന് പറഞ്ഞാൽ പാത്രം കുറയരുതെന്ന് പറഞ്ഞു. 50,000 പാത്രം മാറ്റിയിരുന്നെങ്കിൽ 50,000 പാത്രം എന്ന് പറഞ്ഞ എണ്ണ കിട്ടിയേനെ. പക്ഷെ അവൻ 5,000 പോലും വാങ്ങിയില്ല. ഒരു പക്ഷേ 50 പാത്രമേ വാങ്ങിയുള്ളൂ. അപ്പൊ 50 തീർന്നു. യഹൂദൻ അങ്ങനെയാണ്. യഹൂദന് കൽപ്പന അനുസരിക്കുന്നിടത്തോളം അനുഗ്രഹവും വരിക. നമുക്കും അങ്ങനെയാണ്. എത്രത്തോളം നാം അനുസരിക്കുന്നു അത്രത്തോളം നമുക്ക് അനുഗ്രഹം കിട്ടും. അതെന്താ നമ്മുടെ അനുഗ്രഹം? നിങ്ങൾക്ക് വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കാനും വരം നൽകിയിരിക്കുന്നു. നീ കൂടുതൽ പ്രാർത്ഥിച്ചാൽ നിനക്ക് കൂടുതൽ കഷ്ടം അനുഭവിക്കാനുള്ള കൃപ കർത്താവ്. തല്ലുവടിയും മർദ്ദനവും ഒക്കെ പൗലോസിന് കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ ചരിത്രം എഴുതുമ്പോൾ പറയാം, എന്തൊരു അടി, എന്തൊരു മർദ്ദനവും, എന്തൊരു കല്ലേറും, എന്തൊരു സിംഹവുമായിട്ടുള്ള യുദ്ധം. അവിടെ യുദ്ധം, കടൽ 2 രാത്രിയും പകലും കടലിലെ ഉപ്പ് വെള്ളത്തിൽ കിടക്കുക എന്ന് വേണ്ട. ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചു. അങ്ങനത്തെ സാക്ഷ്യം വല്ലതും പറഞ്ഞ പല പ്രയോജനമുണ്ട്. പല സദസ്സിലും കയറുന്ന കയ്യടി കിട്ടുമോ? അവർ പറയും ഇങ്ങനെയുള്ളവരെ ലോകത്തിൽ നീക്കിക്കളക എന്നാ അവർ പറയും. ഇങ്ങനെയുള്ളവരെ എല്ലാവരും അവിടെ ഇവിടെ കൂടി നമുക്ക് എന്തിനു വേണ്ടിയാണെന്നറിയാം? എങ്ങനെങ്കിലും ഇച്ചിരി അനുഗ്രഹം ഉണ്ടാകും. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, കള്ളത്തരം കാണിച്ചാ ഇന്നിപ്പോ അനുഗ്രഹം ഉണ്ടാക്കുന്നത്. ഈ കാശുകാരെല്ലാം എങ്ങനെ അനുഗ്രഹം ഉണ്ടാക്കിയെന്നറിയാമോ? പേപ്പറിലൊക്കെ വരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക്. അവര് ഭക്തരായിരുന്നല്ല, പിന്നെ അഭക്തി കൊണ്ടാണ് ഇന്ന് പണം ഉണ്ടാക്കുന്നത്. ഭക്തി കൊണ്ട് ചെലവ് കഴിയും, അഭക്തി കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കും. ഭക്തനായിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പട്ടിണി വന്നാലും മേശപ്പുറത്തൊരു കഞ്ഞിയും ഒരു ചമ്മന്തിയൊക്കെ കാണും. അഭക്തനായി ജീവിച്ചാൽ നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിലോ 7 സ്റ്റാർ ഹോട്ടലിലോ ഒക്കെ പോയി ആരും കഴിക്കാം. തിരഞ്ഞെടുത്തോളൂ എന്ത് വേണോ. ഏതായാലും ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത്, നീ ഭക്തനായി ജീവിച്ചാൽ നിന്നെ അനുഗ്രഹിക്കാമെന്ന്. 11-ാം അധ്യായത്തിന്റെ 22 തുടങ്ങി 25 വരെ. ആവർത്തനം 11-ന്റെ. ഈ ഭക്തിയോടെ ജീവിച്ചാൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു. ദൈവം യഹൂദന് നൽകിയ വാഗ്ദത്തം അതൊക്കെ ദൈവം പാലിച്ചു. കനാനിലോട്ട് ചെന്നപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളല്ലേ, ഒന്നാന്തരം പാനലിംഗ് ഒക്കെ ചെയ്തതായിരിക്കുന്ന കെട്ടിടങ്ങളും ഒക്കെ, ലബാനോനിലെ ദേവദാരു കൊണ്ടൊക്കെ പണിതായിരിക്കുന്ന വീടുകളും ഒക്കെ ഉണ്ട്. യഹൂദന്മാരോട് ചെന്നേണ്ട, എടാ ഇറങ്ങിത്താ, ഭാര്യയും പിള്ളേരും കയറി താമസിക്കട്ടെ, അല്പമെങ്കിലും ദൈവമായി ഉള്ളതാണെന്ന് അവൻ പറയുന്നത് അവരിറങ്ങിത്തരും. അല്ലെങ്കിൽ അവർ ഇറക്കിയിട്ട് അവിടെ കയറി താമസിക്കും. 32 രാജാക്കന്മാരെയാണ് 31 രാജാക്കന്മാർ. കനാനിലെ 31 രാജാക്കന്മാരെയാണ് യോശുവ അടുത്ത് വെട്ടിയത്. അവിടെ സ്വത്ത് മുഴുവൻ എടുത്തു. അവർ ചെന്നപ്പോ ഒലിവത്തോട്ടങ്ങളും മുന്തിരിവള്ളികളും മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും എല്ലാം ഫലം നിറച്ച് കാഴ്ച കിടക്കുക. ഇഷ്ടംപോലെ കൊയ്ത്തിനുള്ള കാലമായി കിടക്കുകയാണ്. എല്ലാ പാടങ്ങളും വിളഞ്ഞു കിടക്കുകയാണ്.
ദൈവം അവർക്ക് കൊടുത്തതാ വാഗ്ദത്തം. കനാൻ നാട് അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതാ. അതൊക്കെ ശരിയോ തെറ്റോ അതൊന്നും നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഭൂമി അതിന്റെ പൂർണ്ണത ആർക്കുള്ളതാ? അവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. എനിക്ക് എന്റെ പേരിൽ എനിക്ക് തീറായിട്ടുള്ളതായിരിക്കും 5 ഏക്കർ സ്ഥലമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതിന് കൊടുക്കരുത്. വേറെ ചോദിക്കേണ്ട കാര്യം. പിന്നെ അവരെ നീക്കിയ ദൈവം അനീതിയായിട്ടും നീക്കിയില്ല. അവരുടെ പാപം അത്ര ഭയങ്കരമായിരുന്നു. അമോരുടെ പാപം 400 കൊല്ലം കുറെ അവിടെ ഇസ്രായേൽ ജനത്തെ അവിടെ മിസ്രൈമിൽ സൂക്ഷിച്ചതിന്റെ കാര്യം എന്താ? ഇവന്റെ പാപം മുഴുത്തില്ലെന്ന് പറഞ്ഞു. മാങ്ങ പഴുത്തില്ല, കയറിയൊന്നും ഒറ്റ കുലുക്കൊണ്ടെല്ലാം താഴെ വീഴണം. നേരെ കുറച്ച് പച്ചമാങ്ങ അവിടെ ഇവിടെയൊക്കെ ചുമന്നു തുടങ്ങിയേ ഉള്ളൂ. കർത്താവ് വരട്ടെ, നിന്നിട്ട് കുറച്ചു കാലം കൂടെ ഇസ്രായേലോടെ നിന്നോട്ടെ, ഇതൊന്ന് പഴുത്തോട്ടെന്ന് പറഞ്ഞു. പഴുത്തിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് വിടാം. അങ്ങനെ ദൈവം അവർ പഴുത്തപ്പോൾ കയറി വന്നു. കയറി ഒരു കുലുക്ക് മുഴുവൻ താഴെ. ദൈവം പറഞ്ഞു, കുഞ്ഞുങ്ങളെ എടുത്തോളാൻ പറഞ്ഞു. ഇന്നും ദൈവം അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് വളരെയധികം. 11-ാം അധ്യായത്തിന്റെ അതേ അധ്യായത്തിന്റെ 13 മുതൽ 17 വരെ വായിച്ചേ. ഭക്തിയോടെ ജീവിച്ചാൽ എല്ലാം തരാം. ഭക്തി വിട്ടുപോയാൽ ആകാശത്തൊന്നും മഴയുണ്ടാവില്ല, ഒന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അന്യജാതികളെ കൊണ്ട് നിങ്ങളെ പിടിച്ചുകൊണ്ട് അസീറിയയിലും ബാബലിലും കൊണ്ടുപോകും. 2 ദിനവൃത്താന്തം 6:26. ദൈവം ശലോമോൻ ദൈവാലയം പണിതിട്ട് ശലോമോൻ പറയുകയാണ്, ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, ദൈവം അതിന്റെ ഫലമായി ശിക്ഷിച്ചു. മഴയുമില്ല, വെയിലുമില്ല, ഫലവുമില്ല, ഒന്നുമില്ല. അവർ ഈ ദൈവാലയത്തിന് നേരെ ആലയത്തിന് നേരെ വന്നു നിന്നുകൊണ്ട് അവിടെ പാപം ഏറ്റു പറഞ്ഞ് ദൈവത്തോട് അനുദപിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരെ സൗഖ്യമാക്കി വീണ്ടും പഴയ നിലയിലേക്ക് കൊണ്ടുവരും. എന്ന് പറയാ, ഭക്തി കൈവിട്ടാൽ നിങ്ങൾക്ക് നാശം, തിരിച്ച് ഭക്തിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം. ഈ പ്രമാണം നമുക്കും ഉള്ളതാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളാണ് അവർക്ക് കിട്ടുന്നത്, നമുക്ക് തന്ന വാഗ്ദത്തങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് തന്ന വാഗ്ദത്തങ്ങളുണ്ട്, ആ വാഗ്ദത്തങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ആ കോൺടാക്സിൽ ഇസ്രായേലിന് കിട്ടും. പക്ഷെ പ്രമാണം ഒന്ന് തന്നെയാണ്. അനുസരിച്ചാൽ അനുഗ്രഹം തരാം, അനുസരിച്ചാൽ കാണിച്ച ശാപം വരും. ഇസ്രായേലിന് കൊടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് തരും. നമുക്കിവിടെ റബ്ബറിന്റെ പാലൊക്കെ തന്നേക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഒലി വൃക്ഷം ഉണ്ടാവില്ല, അത്തിവൃക്ഷവും കാര്യമായിട്ടുണ്ടാവില്ല, മുന്തിരിവള്ളിയും കാര്യമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അതൊന്നും കിട്ടില്ല. ഇവിടെ ഒരു നല്ല പശുവിനെ പോലും വളർത്താനൊക്കെ ഇല്ല. സങ്കരയിലും പശുക്കളൊക്കെ രോഗം വന്ന് ചാകുക, ഏസിക്കകത്തൊക്കെ നിർത്തണം. അപ്പൊ കിട്ടുമോ? കിട്ടും. അവർക്കതെല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ കുറെ ആളുകൾ പിന്നെ ഈ സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകാനായിട്ട് നടക്കുന്ന എന്താണെന്ന് പറയുക, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കി പല ആളുകളും ഞായറാഴ്ചത്തെ മീറ്റിംഗ് ഉപേക്ഷിക്കുന്നു, ബുധനാഴ്ചത്തെ പ്രാർത്ഥന ഉപേക്ഷിക്കും, വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന ഉപേക്ഷിക്കും, ശനിയാഴ്ചത്തെ ഉപയോഗിക്കും. എന്തിനു വേണ്ടി നടക്കാന്നറിയോ? നടക്കുക, ഓടി നടക്കുക, ഇതിൽ കാശ് കാശ് കാശ്. എന്നിട്ട് കിട്ടുന്നതെല്ലാം ഡോക്ടർ കൊണ്ടു കൊടുക്കുക. എന്താണ്? ഉച്ച തൊട്ട് പാദം വരെ അങ്ങ് അസുഖമാണ്. അതാണ് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ വല്ലവർക്കും നേരെ വാനൊക്കെ. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് രോഗമൊന്നും ഇല്ല, അവർക്ക് രോഗമുണ്ട്. പക്ഷെ ആ രോഗം ഈ രോഗമായിട്ട് വ്യത്യാസമുണ്ട്. ഈ രോഗം സ്വാഭാവികമായ കോൺസിക്വൻസ് ആണ്. ഏതാ? എല്ലാവർക്കും ഡെങ്കു വരുമ്പോൾ എനിക്കും ഡെങ്കു വന്നു, എല്ലാവർക്കും കോവിഡ് പിടിച്ചപ്പോൾ എനിക്കും കോവിഡ് പിടിച്ചെന്ന് വരും. മറ്റേ അങ്ങനെയല്ല, എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ദൈവം കോവിഡായി. അതിന് മരുന്നൊന്നും ചെയ്താൽ പോകുമൊന്നുമില്ല. തന്റെ അവസാന കാലമായപ്പോൾ എന്താ ചെയ്യുന്നത്? നല്ല രാജാവായിരുന്നു, തന്റെ കാലിലൊരു വരവ് വന്നു. അവന്റെ രോഗത്തിൽ അവൻ കർത്താവിന് യഹോവയല്ല പിന്നെ വൈദ്യന്മാരെ അത്രേ ആശ്രയിച്ചത്. വൈദ്യന് സൗഖ്യമാക്കാൻ നോക്കിയില്ല, ദൈവം തരുന്ന രോഗം. വെറുതെ കാശ് കൊടുക്കാവുന്നേ ഉള്ളൂ. ദൈവം തരുന്ന രോഗമാണെങ്കിൽ അത് സൗഖ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? മരുന്നൊക്കെ വെച്ചോ. എഹെസ്കേലിന്റെ കാലം അത്തിപ്പഴം കൊണ്ടുവെക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. എങ്കിലും അത്തിപ്പഴമല്ല സൗഖ്യമാക്കിയത്. പിന്നെ ഏതാ? ദൈവം പറഞ്ഞു ഇതിന്റെ ആയുസ് 15 വർഷം നീട്ടി തന്നിരിക്കുന്നു. മരുന്ന് അപ്പോഴും ചെയ്യണം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മരുന്ന് ചെയ്താൽ പ്രയോജനം ഉണ്ടാകും, മറ്റിടത്ത് മരുന്ന് ചെയ്താൽ ഒരു കാര്യവും ഉണ്ടാവില്ല. പിന്നെയും പോയി മരുന്ന് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. ആ കുത്തിവെപ്പ്, ഈ കുത്തിവെപ്പ്, ആ സർജറി, ഈ സർജറി, ആ മരുന്ന് മാറി, ആശുപത്രി മാറി, ഡോക്ടറെ മാറി, എല്ലാം ഇങ്ങനെ മാറി ജീവിതകാലം വരെ നടക്കും. എന്നാലും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മുട്ടുകുത്തി ഏറ്റുപറഞ്ഞ് ഞാൻ തെറ്റുകളെ അംഗീകരിക്കുന്നു, നിന്നെ മാനിച്ച് ജീവിച്ചോളാം എന്ന് പറയില്ല. പറഞ്ഞെങ്കിലല്ലേ അനുഗ്രഹം വരും. അപ്പൊ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കൊന്നും വ്യത്യാസമില്ല കേട്ടോ. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളുമായി എല്ലായ്പ്പോഴും യഹോഭക്തിയോടിരിക്കും, ഒരു പ്രതിഫലം ഉണ്ടാകുന്ന വെച്ചാൽ. അതിന് മുമ്പ് പറഞ്ഞു, നീ പാപികളോട് അസൂയപ്പെടരുത്. കാരണം പാപികൾ ഭക്തിയില്ലാതെ ആ മാർഗത്തിൽ കൂടെ ഈ മാർഗത്തിൽ ഇഷ്ടംപോലെ കാശുണ്ടാക്കും. തട്ടിപ്പ് കൊണ്ടും വെട്ടിപ്പ് കൊണ്ടും ഡ്രഗ്സ് വിറ്റും ചാരായം വിറ്റും എന്തെല്ലാം കാര്യങ്ങളും കൊണ്ട് അവർ കാശുണ്ടാക്കും. നീ അതൊന്നും കണ്ട് അസൂയപ്പെടരുത്. നീ എന്നും ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും. പിന്നെന്താ പറയുന്നത്? നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. മറ്റുള്ളവരൊക്കെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ്. എങ്ങനെയാ ഇങ്ങനെ ആയാല്? അങ്ങനെയല്ല. നീ എന്നും ഭക്തിയോടിരിക്കുക. നീ എന്റെ ഭക്തി ഒടിഞ്ഞ്
അഭക്തിയുടെ മാർഗത്തിലേക്ക് നീ തിരിയരുത്. നീ അവിശ്വാസികളെ കണ്ട് അവന് വരുന്ന നന്മ കണ്ട് നീ അവരുടെ മാർഗത്തിലേക്ക് തിരിയരുത്. നിന്നെ നശിപ്പിച്ചു കളയും. നീ എന്നും ഭക്തിയോടിരിക്കുക, നിനക്ക് ഒരു നന്മയുണ്ടാകും. ദൈവം പറയുന്ന സമയത്തേ ഉള്ളൂ, പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. മൂന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന പഴയ നിയമത്തിന്റെ സാമ്പത്തിക പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സാമ്പത്തിക സമൃദ്ധിയുടെ ഉറവെന്ന് പറയാൻ അറിയാമല്ലോ. കിണർ വെട്ടി നമ്മൾ ചെയ്യും. കിണർ വെട്ടി ചെല്ലുമ്പോൾ താഴെ ചെല്ലുമ്പോൾ നമ്മൾ ചെറിയ നനവുള്ള മണ്ണ് കാണും. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചെറിയ തുള്ളി തുള്ളിയായിട്ട് ആ സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്ന, അതാ ഉറവ. കിണറിന് 40 അടി താഴ്ചയുണ്ട്, പക്ഷെ ചെറിയൊരു ഉറവേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഉറവ വരുന്ന സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. കഴിയും കാണാൻ ഉറവ അങ്ങോട്ട് കൂടും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴത്തേക്ക് കിണറ്റിൽ 10 അടി വെള്ളമാണ്. അപ്പൊ ഈ സാമ്പത്തിക സമൃദ്ധി ഉറവ എന്താണെന്നറിയാമോ? സത്യസന്ധമായ അധ്വാനമല്ല, ഓണസ്റ്റ് വർക്ക്. സത്യസന്ധമായ അധ്വാനമാണ് സാമ്പത്തിക സമൃദ്ധിയുടെ ഉറവ. നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളോരം അധ്വാനിക്കുക. രാവിലെ തുടങ്ങി വൈകുന്നേരം അധ്വാനിക്കുക. കുടുംബ പ്രാർത്ഥനയും ഇല്ല, വൈകിട്ടുമില്ല കുടുംബ പ്രാർത്ഥന, അതൊന്നുമില്ല. നമ്മളങ്ങ് അധ്വാനം. വരെ കണ്ണ് കീറുന്നതിന് മുമ്പ് 3 രൂപായും എടുത്തുകൊണ്ട് പാടത്ത് കാണും. അധ്വാനം. എന്നിട്ട് ഒരു കാര്യവും. സത്യസന്ധ അധ്വാനം എങ്ങനെയാ? 10 കൽപ്പനകൾ കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞു? നീ 6 ദിവസം കൊണ്ട് നിന്റെ വേലയൊക്കെയും തികയ്ക്കണം. 7-ാം ദിവസം നീ എന്ത് ചെയ്യണം? വിശ്രമിക്കണം. അന്ന് നീ പള്ളിയിൽ പോകണം, സുനഗോഗിൽ പോകണം, ദൈവത്തെ ആരാധിക്കണം. ഒരു ജോലി ചെയ്യില്ല. നിന്റെ പശുക്കിന് പുല്ല് പോലും കൊടുക്കരുത്, കാടി പോലും കൊടുക്കരുത്. അപ്പൊ ഈ 6 ദിവസം കൊണ്ട് നിന്റെ വേലയൊക്കെ നീ തയ്ക്കണം. മുഴുവൻ വേലയും തയ്ക്കണം. ഒരു ജോലിയും ബാക്കി ഇടാൻ പാടില്ലെന്ന സത്യസന്ധമായ അധ്വാനം. അതുപോലെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉള്ളൂ. പകൽ അധ്വാനിക്കാനും രാത്രി ശ്രമിക്കാനുമാണ്. ഇപ്പൊ രാത്രി 12 മണി വരെയാ ജോലി. നിന്റെ അധ്വാനം സത്യസന്ധമായ അധ്വാനമല്ല. ദൈവം അത് മാനിക്കുകയും. നീ നിന്റെ കുടുംബമായിട്ടിരുന്ന് വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. പിന്നെ നിനക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. ദൈവത്തിന്റെ നന്മകളോർത്ത് നീ ധ്യാനിക്കാനുള്ള സമയമാണ്. നീ ആ സമയം കൂടെ എന്താ ചെയ്യുന്നത്? നീ പോയി പണിയെടുക്കുക. പണിയേ പണി. എന്നിട്ട് ദൈവത്തിന് അനുഗ്രഹമില്ലാത്ത പണികളല്ലേ. ദൈവത്തിന്റെ പ്രമാണങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? എന്നിട്ട് പട്ടി കുറുകെ ചാടി, പന്നി കുറുകെ ചാടി, ആന വന്നു, പോത്ത് വന്നു, കാട്ടുപോത്ത് വന്നു, പാമ്പിറങ്ങി, ഇറങ്ങിയെന്ന ദൈവം വെച്ചിരിക്കുന്ന പ്രമാണമില്ലയോ? വന്യമൃഗങ്ങളെല്ലാം എപ്പോഴാണ് വേട്ടയിടാൻ പോകുന്നത്? മനുഷ്യൻ പകലത്തെ പണിയെടുത്ത് തന്റെ ഭവനത്തിലേക്ക് പണിയുന്നു. ജന്തുക്കൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പണി ആരംഭിക്കുന്നു, സഞ്ചാരം തുടങ്ങുന്നു. നീ എന്താ ചെയ്യുന്നത്? അതിന് ദൈവം വെച്ചിരിക്കുന്ന സമയത്തൂടെ നീ കയറി സഞ്ചാരമായി. എന്നിട്ട് നീ എന്ത് പറയുന്നു? വഴിക്ക് വെച്ച് പന്നീനെ കുത്തി താഴെ കിട്ടുന്നു. നീ വീട്ടിൽ ഇരിക്കേണ്ട സമയത്ത് ആരാ ഉത്തരവാദി? 6 തുടങ്ങി 6 വരെ സൂര്യ പ്രകാശമുള്ള സമയത്ത് മനുഷ്യൻ പണി ചെയ്യണം. ഇന്നിപ്പോ സെക്കൻഡ് ഷിഫ്റ്റും തേർഡ് ഷിഫ്റ്റും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് മനുഷ്യൻ അതൊന്നും ചെയ്യുന്നില്ല. പകലൊന്നും ആരെയും ആന കയറി പിടിക്കുകയില്ല. മിക്കവാറും ആനസന്ധിയാകുമ്പോഴാണ് പിടിക്കുന്നത്. ഇപ്പൊ ആന ഇറങ്ങും. കാരണം എന്താന്ന് ചോദിച്ചാൽ, ആനയ്ക്ക് ദൈവം വെച്ചിരുന്ന വനത്തിൽ നീ കയറി അവിടുത്തെ തടിയെല്ലാം വെട്ടി, അവിടുത്തെ എല്ലാം വെട്ടി. ആന പറയുന്ന എന്റെ ആഹാരമെല്ലാം നീ കൊണ്ടുപോയി, എന്റെ ആവാസ കേന്ദ്രം നീ നശിപ്പിച്ചു, നിന്നെ ഞാനും നശിപ്പിക്കുമെന്നാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങളോട് ആർക്കും ലംഘിച്ചിട്ട് അനുഗ്രഹം പ്രാപിക്കാൻ ഒക്കില്ല. എന്റെ പ്രിയമുള്ളവർ, നിങ്ങൾ എത്ര വലിയ മനുഷ്യരായാലും ഒക്കില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 26:12 വായിച്ചേ. ഇസാക്കിനെ പറ്റിയുള്ള പ്രസ്താവനയാ. ഇസാക്ക് വിതച്ചു, 100 മേനി വിളവ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ 1 മണി ഇട്ടതിന് ആ കതിർ വന്നപ്പോ അതിൽ 100 മണി ഉണ്ടായിരുന്നു. എന്തൊരു വലിയ വിളവ് അത്! 1 പറ വിതച്ചു, 100 പറ കിട്ടി. അപ്പൊ അതാ ദൈവം കൊടുത്തത്. അതിനു മുമ്പ് ചില കാര്യം പറഞ്ഞിരുന്നു. നീ ഈജിപ്തിലോട്ടൊക്കെ ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞു. നീ ബലിസ്തീന ദേശത്ത് നീ ഇവിടെ വസിച്ചോളാൻ പറഞ്ഞു. അവിടെ വസിച്ചു. അവിടെ കുറച്ച് കാട് വെട്ടിത്തിളച്ച് വിത്ത് വെതറി 1 വർഷത്തേക്കുള്ളതായിരിക്കുന്നത് കൂടുതൽ ആഹാരം അവന് കിട്ടി. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്നും ദൈവം അങ്ങനെയൊക്കെ തന്നെയാണ്. പുറപ്പാട് ദിവസം 23:10 മുതൽ 12 വരെ നീ 6 ദിവസം വേല ചെയ്യുക, നീ 6 വർഷം വേല ചെയ്യുക. 7-ാമത്തെ വർഷം നീ എന്ത് ചെയ്യുക? ഭൂമി വെറുതെ കിടക്കുന്നുണ്ട്. ഒരു മുന്തിരിക്ക പക്ഷികളും അതൊക്കെ തിന്നോട്ട്. പാവപ്പെട്ട ആളുകളുണ്ട്, ഭൂമി ഇല്ലാത്തവർ, അവർ വന്നത് പറിച്ചോണ്ട് പോയി. നിന്റെ ഒരു കോട്ടൊക്കെ അവർ എടുത്തിട്ടുണ്ട്, നീ വേണ്ട. താരകൾ എടുക്കുന്ന എല്ലൊക്കെ അവർ കൊണ്ടുപോയി. നമ്മളെങ്ങനെയാ? സത്യസന്ധ അധ്വാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ്. മാത്രം കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ രാജ്യം അമേരിക്കയാണ്. അതിന്റെ കാര്യം എന്താണെന്നറിയോ? അവർക്ക് പകുതി സ്ഥലമേ ഓരോ വർഷം കൃഷി ചെയ്യാൻ അനുവാദമുള്ളൂ. എനിക്ക് 1000 ഏക്കറുണ്ട്. 500 ഏക്കർ ഈ വർഷം കൃഷി ചെയ്യാം, 500 ഏക്കർ അടുത്ത വർഷം കൃഷി ചെയ്യാം, 500 ഏക്കർ വെറുതെ ചെയ്യാൻ പാടില്ല.
50,000 60,000 ഒക്കെ ഏക്കർ ഓരോരുത്തർക്കുള്ളത്. അതിൽ 20 ഏക്കറെ കൃഷി ചെയ്യാൻ പാടുള്ളൂ, പകുതി ഏക്കർ കൃഷി ചെയ്യരുത്. ഗവൺമെന്റ് പകുതി സ്ഥലത്ത് നിന്ന് കിട്ടിയ വരവ് എത്ര ഉണ്ടോ അത്രയും കാശ് അവർക്ക് ഫ്രീ ആയി ഗവൺമെന്റ് കൊടുക്കും. ഈ കൃഷി ചെയ്യേണ്ടത് അത്രയും കൃഷി ചെയ്തിട്ട് തന്നെ അവരെ കൊണ്ടുവന്ന് ഗോതമ്പ് കൊണ്ട് കടലിൽ തള്ളുക, വാങ്ങാൻ ആളില്ല. അല്ലാതെ മാർക്കറ്റിൽ വിട്ട് കഴിഞ്ഞാൽ ലോകത്തുള്ള രാഷ്ട്രങ്ങളെല്ലാം പൊട്ടിപ്പോകും. കാരണം അവരുടെ ഗോതമ്പ് ഇവർ ഫ്രീ ആയിട്ട് കിട്ടും. ഇവർ ഒരു 10 പൈസ കിലോയ്ക്ക് വിൽക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് 10 രൂപ കിലോയ്ക്ക് വിറ്റെങ്കിലും മുതലാവും. അവരോട് കൊണ്ട് സന്ധ്യയാകുമ്പോൾ ദൈവം വെച്ചിരിക്കുന്നതാണ്, നിന്റെ ദേശത്തിന് നീ വിശ്രമം കൊടുക്കണം, നിന്റെ കാളയ്ക്ക് വിശ്രമം കൊടുക്കണം, കഴുതയ്ക്ക് വിശ്രമം കൊടുക്കണം, നീയും വിശ്രമിക്കണം. നീ അധ്വാനിച്ച് ഈ ആഴ്ചകൾ ദൈവം വെക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചാല്, തിങ്കൾ ചൊവ്വ ബുധൻ ഞായറാ തുടങ്ങുന്ന ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി, അപ്പോ ഒരാഴ്ച കഴിഞ്ഞു. യഹൂദനാണെങ്കിൽ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി, ഒരാഴ്ച കഴിഞ്ഞ് വിശ്രമം, കംപ്ലീറ്റ് വിശ്രമം. പശുവിന് പുല്ലുപോലും കൊടുക്കാൻ ഒക്കുകയില്ല, കംപ്ലീറ്റ് വിശ്രമം. ദൈവാലയത്തിൽ ഇപ്പോൾ അവർക്ക് പള്ളിയുണ്ട്, സുനഗോഗിൽ പോകാൻ, ദൈവവചനം കേൾക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ വീട്ടിൽ വന്നിരിക്കാം. വല്ലതും തലേദിവസം അനത്തി വെച്ചാൽ അതെടുത്ത് പോലും കഴിക്കാം, അല്ലെങ്കിൽ അന്നനത്താൻ തീ കത്തിക്കാൻ പോലും പാടില്ല. നമുക്കറിയില്ലേ ശബദകാലിൽ ഒരാൾ ചില ചുള്ളിൽ പറക്കാൻ പോയതിന്റെ ശിക്ഷ എന്താന്ന്? ദൈവം പറഞ്ഞ് അവനെ കല്ലെറിഞ്ഞു കൊല്ലാം. നമ്മൾ ദൈവത്തിന്റെ വചനത്തെയും പ്രമാണത്തെയും ഒന്നും മാനിക്കാതെ ചുമ്മാ ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ ജീവിക്കുക. അധ്വാനം ജോലി 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 എന്ന് പറഞ്ഞ് ജീവിക്കുക. എന്ന് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായത്തിലെ 4-5 വാക്യം വായിച്ച് ഇപ്പൊ എന്താ പറഞ്ഞത്? ഉത്സാഹമുള്ള കൈകൊണ്ട് വേല ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞത്. സത്യസന്ധമായ അധ്വാനമാണ് സമ്പത്തുണ്ടാകാനുള്ളതായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത്. മടിയുള്ള കൈകൊണ്ട് ദരിദ്രനായിത്തീരുന്നു. പ്രവർത്തിക്കാത്തല്ല, അവൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? മടിയുള്ള കൈകൊണ്ട്, അലസതയുള്ള കൈകൊണ്ട് പ്രവർത്തിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കുകയും. പിന്നെ ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ച് വെക്കുന്ന ബുദ്ധിമാതിപത്തിന്റെ വേറൊരു പ്രമാണമാണ്, കിട്ടുന്നതെല്ലാം ചെലവാക്കരുത്. കാരണം എന്താണ്? വലിയ തണുപ്പ് കാലത്തുള്ള മഞ്ഞും തണുപ്പും പെയ്യുന്നതായിരിക്കുന്ന സമയത്ത് നിനക്ക് പയലിറങ്ങി ഒന്നും ചെയ്യാനൊക്കില്ല, ഭയങ്കരമായ തണുപ്പാ, മഞ്ഞെല്ലാം മൂടിക്കിടക്കുക. അപ്പൊ വേനൽക്കാലത്ത് നീ ഉണ്ടാക്കുന്നതിന്റെ ഒരു നല്ല ഭാഗം എന്ത് ചെയ്യും? നീ ശേഖരിച്ചു വെക്കും. വേറെ ഭാഗത്ത് പറയുന്നുണ്ട് ഉറുമ്പിനെ നോക്കി പാഠം പഠിക്കുക. അത് വേനൽക്കാലത്ത് പോയിട്ട് എന്ത് ചെയ്യും? അവിടെ ഇവിടെ കിടക്കുന്നതായിരിക്കുന്ന കായുടെയും ചെടിയുടെയും ഒക്കെ അരിയും എല്ലാം കൊണ്ടുവന്ന് അതിന്റെ മാളത്തിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഭയങ്കര മഴയും തണുപ്പും വരുമ്പോൾ അവരെല്ലാം കൂടെ അവിടെ നിന്ന് സുഖമായിട്ട് അങ്ങനെ. ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ കർക്കിടക മാസം ആകുമ്പോൾ പഞ്ഞക്കർക്കിടകം എന്നല്ലേ പറയുന്നത്, വീട്ടിലെ ഇങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ട്. കശുവണ്ടി ഉണ്ട്, കശുവണ്ടി ഇങ്ങനെ പറക്കി ഒത്തിരി കശുമാവുണ്ടായിരുന്നു, പറക്കിയിട്ടേക്ക് ഒത്തിരി വിൽക്കും. അതെടുത്തിട്ട് വന്ന് 10-25 കൊണ്ടുവന്ന് ചുട്ടിട്ട് തല്ലും, എന്നിട്ട് അതിന് എന്നെ ടേസ്റ്റാ. അമ്മ ഒത്തിരി ഉപ്പേരി കപ്പ, പിന്നെ അവര് കപ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കി വെക്കും. അതെല്ലാം പുറത്ത് വരും, തേങ്ങയും തല്ലിപ്പൊട്ടിക്കും. അമ്മയുടെ വീട്ടിൽ കരിമ്പ് കൃഷിയുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ശർക്കര കൊണ്ടുവരും, അതും അങ്ങനെ മുക്കി അങ്ങനെ തിന്നും, അങ്ങനെ ഇരിക്കും. അതൊക്കെ എന്തൊരു രസമുള്ള കാലമായിരുന്നു. ഇപ്പൊ വല്ലതും ഉണ്ടോ? പക്ഷേ അമ്മയുടെ വീട്ടിൽ ചെന്നാൽ ശർക്കര കിട്ടണമെങ്കിൽ കരിമ്പ് കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷി ചെയ്യുകയും കരിമ്പ് വെട്ടി ആട്ടേണ്ട സമയത്ത് ആട്ടുകയും ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കുഞ്ചൻ തമ്പിയാർ പറഞ്ഞ പോലെ ഇരിക്കും. കുഞ്ചൻ തമ്പിയാർ ഒരിക്കലും ഇങ്ങനെ പോകുമ്പോ വള്ളത്തോളുണ്ട്, അവരെ വള്ളത്തോളിന്റെ അവിടെ വള്ളത്തോൾ നഗരിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരെ ഈ ചക്കാര നായന്മാർ വരും, തേങ്ങ ആട്ടുന്ന ചക്കുള്ള ആളുകളാണ്. അപ്പൊ കുഞ്ചൻ തമ്പിയാർ വലിയ 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 വിദഗ്ധ, അയാൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞടാ പുണ്ണാക്കൊണ്ടോ നീ എന്ന് ചോദിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കസേര ഇരിക്കുക, കുതിരക്കാരൻ കുതിരവണ്ടിയല്ല പോലെ കാളവണ്ടിയല്ല പോകുന്നത്, അത് വില്ലുവണ്ടിയല്ല. പിന്നെ പുണ്ണാക്കൊണ്ടോ എന്ന് ചോദിച്ചു. അയാളൊരപ്പ് പറഞ്ഞു. ഉടനെ കുഞ്ചൻ ചേട്ടാ ആട്ട് തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് പുണ്ണാക്കാവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ കരിമ്പ് കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷി ചെയ്തില്ലെങ്കിൽ ആട്ട് തുടങ്ങിയതേ ഉള്ളൂ, പുണ്ണാക്കല്ല വരുന്നത്, വേറെ വല്ലതും ആയിരിക്കും എന്നുള്ളത്. അധ്വാനിക്കണം. അധ്വാനിക്കുന്നവർക്കെല്ലാം ഉണ്ട്. 4 കപ്പത്തറി കൊണ്ട് കുഴിച്ചു വെച്ചാൽ കപ്പ കിട്ടുമോ? അതിന്റെ ചാരം ഇടണം, ചാണകപ്പൊടി ഇടണം, അതിന് കള പറിക്കണം, അതിന് മണ്ണ് കൂട്ടി കൊടുക്കണം. ഇതെല്ലാം കാര്യങ്ങൾ ചെയ്താൽ ഒരു മൂട് കപ്പയിൽ നിന്ന് നമുക്ക് 10 കിലോ കപ്പ പറിക്കാം. അല്ലെങ്കിലും കിട്ടും, ചിലപ്പോൾ ഒരു കിഴങ്ങ് കിട്ടും. ഒരു വള്ളിയുടെ അറ്റവും വള്ളിയുടെ അറ്റത്ത് ഒരു ചെറിയ കിഴങ്ങും കൂടെ കിട്ടും. എന്നിട്ട് പറയും അമ്മയെ കണ്ടില്ല എന്റെ കൃഷി ഈ വർഷത്തെ. മുട്ടേക്കാൻ പലപ്പോഴും നമ്മളെ അങ്ങനെയാണ്. കാരണം എന്താ? അലസതയുള്ള കൈ കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. ഉത്സാഹിയുടെ കൈ അങ്ങനെ വേണം, ദൈവം പറഞ്ഞാണ്. അപ്പൊ നമുക്ക് സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നാം ഉത്സാഹമുള്ള കൈ കൊണ്ട് തന്നെ വേണം. ഓരോ കാര്യവും ഓരോ കൃഷിയും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, വളവിടേണ്ട സമയത്ത് വളവിടണം. മുന്തിരിയാണെങ്കിൽ അത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് അത് പ്രൂൺ ചെയ്യണം. എല്ലാ ചെടികളും അങ്ങനെയാണ്. പശുക്കളെ വളർത്തിയാലും ആടിനെ വളർത്തിയാലും മാടിനെ വളർത്തിയാലും എന്തിനെ വളർത്തിയാലും ഉത്സാഹമുള്ള കൈ കൊണ്ട് വളർത്തിയെങ്കിലും നമുക്കുണ്ടാവും. ചില ആളുകൾ അങ്ങനെയല്ല, രസന്മാരാ.
ജോലിക്ക് തന്നെ പോകില്ല, രാവിലെ എഴുന്നേൽക്കില്ല. പിന്നെ ഭാര്യ എഴുന്നേൽക്ക് 8 മണിയാവും, 9 മണിയായി എന്നൊക്കെ പറഞ്ഞ അവസാനം എഴുന്നേൽപ്പിച്ച് വിടും ഓരോരുത്തരെ. ചിലർ മീൻ പിടിക്കാൻ പോകും, ചൂണ്ടയും വലയൊക്കെ ആയിട്ട് പോകും. പോയി അവിടെ പോലും പിടിക്കും. വരുമ്പോ എന്താ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, പൂഞ്ഞാനെ പോലും കിട്ടിയില്ല. എന്നിട്ട് അയലൊക്കെക്കാരൻ പോയി തന്നെ കൂടെ നിറച്ചു കൊണ്ടുവന്നു. അതെ, മീൻ കൊത്തുന്ന ഒരു സമയമുണ്ട്. മീൻ എപ്പോഴും അങ്ങനെ നമ്മുടെ കൂട്ടം 24 മണിക്കൂർ കയറി ഇറങ്ങി തിന്ന് നടക്കുന്ന ജീവിയല്ല മീൻ എന്ന് പറഞ്ഞാൽ. അതതിന്റെ തീറ്റി എടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് കൊണ്ട് തീറ്റിയിട്ട് കൊടുത്തെങ്കിൽ കിട്ടത്തുള്ളൂ. അപ്പൊ അവർക്കറിയാം ഏത് മീനെയാ വരാലിനെ പിടിക്കേണ്ട, വരാൽ എത്ര മണിക്ക് ആഹാരം എടുക്കുന്ന അറിയാം. അവരാ വരാലിനെ ആ സമയത്താകുമ്പോൾ ചില തീറ്റി അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും, അവിടെ നിൽക്കും, വരാലിനെ അങ്ങോട്ട് വരുത്തില്ല. അല്ലാത്തപ്പോ തീറ്റിയിട്ട് കൊടുത്ത വരാൽ വിണ്ടില്ല. അത് ഉത്സാഹമുള്ള കൈ കൊണ്ട് വേല ചെയ്തെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊന്നും അറിയാൻ വയ്യാത്തത് കിട്ടുകയില്ല. അപ്പൊ ചിലർ പറയാം, ഞാൻ പോയിട്ട് ഒരു മീനെയും കിട്ടിയില്ലെന്ന് പറയും. നീ പോയാൽ മീനെ കിട്ടത്തില്ല. കാരണം എന്താ? നീ അന്നേരം മീൻ കൊത്തുന്ന സമയത്ത് നീ കിടന്ന് ഉറങ്ങുകയല്ലേ. അങ്ങനെ ഒന്നും കിട്ടിയില്ല. ഓരോ കാര്യത്തിലും അങ്ങനെയാ, ഏത് കാര്യത്തിലായാലും അങ്ങനെയാ കേട്ടോ. ഉത്സാഹിയുടെ കൈ മാത്രമാണ് അനുഗ്രഹം വരുത്തുന്നത്. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം. നിലം കൃഷി ചെയ്യുന്നവനെ, കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയില്ലേ. ഞാനൊരു വർഷം ചേന നട്ടു. ചേന കുംഭമാസത്തിൽ തരണമെന്നാ. ഞാൻ ഏത് മാസത്തിൽ നട്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചേന വെച്ചു. ഭയങ്കര ഇത്രയുള്ള ചേന വാങ്ങിച്ച് 4 കൂടായി വെട്ടിക്കൊണ്ട് വെച്ചു. അവസാനം കളച്ചപ്പോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഈ വർഷത്തെ കൃഷി വളരെ നന്നായിരിക്കുന്നു. പറഞ്ഞു, സാറേ അതെ, കുംഭമാസത്തിൽ ചേന വെക്കുന്ന വെറും മീനമ്മയുടെ ഇടവും അത് ചേന വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു. കൃഷി അറിയാൻ വയ്യാത്ത കൃഷി ചെയ്താൽ കൃഷി ഉണ്ടാവും. ഞാൻ ചേന കൃഷിക്കാരനല്ല ഇപ്പൊ, പക്ഷെ എനിക്കറിയാം ഏത് മാസത്തിൽ ചേന നടരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നടാതിരിക്കുക. ഞാനിപ്പോ ചേന കാശ് കൊടുത്ത് വാങ്ങിക്കുക. അതല്ലേ കുറച്ചുകൂടെ നല്ലത്, കുറച്ചുകൂടെ ലാഭം എന്ന് എനിക്ക് ബോധ്യമായി. 24 വായിച്ച് അതാണ്. ഉത്സാഹിയുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയ വരയ്ക്കും. 27-ാം വാക്യം. മടിയനൊന്നും വേട്ടയാടി പിടിക്കില്ല. ഒന്നും വേട്ടയാടി പിടിക്കും അവനൊക്കുമില്ല. വേട്ടയാടാൻ പോയാലും എപ്പോൾ പോയാലും വേറെ കിട്ടുമോ? കിട്ടുകയില്ല. പോകേണ്ട സമയങ്ങളിൽ പോകണം. അപ്പൊ ഇതൊക്കെ ദൈവജനത്തിന് പ്രമാണം. ഉത്സാഹിയായി നമ്മൾ ചെയ്തെങ്കിലേ നമുക്ക് കിട്ടും. എന്താണ്? ചില ആളുകൾ ഒരുപാട് അധ്വാനിക്കും, ഒരുപാട് പശുവിനെ വളർത്തും, ഒരു തുള്ളി പാലും കുടിക്കുകയില്ല, ഒരുപാട് കോഴിയെ വളർത്തും, ഒരു മുട്ട പോലും തിന്നുമില്ല. അവരങ്ങനെ ഓരോന്നാ. അവർ ദേശം മുഴുവൻ കൃഷി ചെയ്യും, പക്ഷേ എന്നും പച്ചക്കറി അരി വാങ്ങിച്ച് വേണം ജീവിക്കാൻ. അവർ ഉത്സാഹികളല്ല, അവർ ബുദ്ധിയുള്ളവരല്ല, അവർ അധ്വാനശീലരല്ല. അപ്പോ നമുക്ക് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഇസ്ഹാക്ക് വിതച്ചതുപോലെ വിതയ്ക്കേണ്ട സമയത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളഞ്ഞു. അങ്ങനെ തന്നെയാണ് അബ്രഹാം ലോത്തും 2 പേരാ പോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടായി. എന്താണ്? കനാൻ നാട്ടിൽ അവർ ജീവിച്ച ദേശത്ത് ഈ 2 പേരുടെയും കൂടെ ആടുമാടുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒക്കുകയില്ല. അവസാനം ലോത്ത് തന്റെ ദിവ്യാഗ്രഹത്തിൽ താൻ യോർദാന്റെ തീരങ്ങളിലേക്ക് പോയി, സോദോം ഗൊമോറയിലേക്ക് പോയി, അവന്റെ നാശത്തെ. അബ്രഹാമിന്റെ ഇടയന്മാർ കനാനിൽ തന്നെ നിന്നു. അതങ്ങ് വർദ്ധിച്ചു. ഞാൻ എപ്പോഴും യാക്കോബിനെ പറ്റി ഓർക്കാറുണ്ട്, ലാബാനെ പറ്റിയും യാക്കോബിനെ പറ്റിയും. ലാബാന് കൗശലപ്പണി കൊണ്ട് വളരാൻ ശ്രമിച്ച ഒരാളാണ്. യാക്കോബ് കഠിനാധ്വാനം കൊണ്ട് വളരാൻ ശ്രമിച്ച ആളാണ്. ഓരോ പ്രാവശ്യം ലാബാൻ വരുമ്പോ യാക്കോബിന്റെ വീതം വർദ്ധിച്ചു വരിക. അവസാനം ഞാൻ പറഞ്ഞത് ശരിയാവില്ലെന്നു. യാക്കോബിനൊരു കാര്യം ചെയ്യാൻ, ഈ ചെമ്മരിയാടുകളിൽ മറുകും പുള്ളി ഉള്ളതിനെ വളരെ കാണുകയില്ല. ഒന്നീ കറുത്തല്ലേ വെളുത്തത്, അങ്ങനെ കാണും. നിങ്ങൾ ചെമ്മരിയാടുകളെ നോക്കിക്കുക, മറുകും പുള്ളിയുള്ള ചെമ്മരിയാടുകൾ കാണും. അപ്പൊ യാക്കോബ് പറഞ്ഞൊരു കാര്യം ചെയ്യും, മറുകും പുള്ളി ഉള്ളത് എന്റെ ഇരുന്നോട്ട്. അങ്ങനെ ഇല്ലല്ലോ, 100 ആട് പ്രസവിച്ച ഒരു കുട്ടിയെ കാണുന്നില്ല മറുകും പുള്ളി ഉള്ളത്. നിങ്ങൾ കറുത്തനും വെളുത്തനും എല്ലാം എടുത്തോളാം. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ആടുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അതിന്റെ തിയോളജി എന്താ എന്നോട് ചോദിക്കരുത്. പുന്നവൃക്ഷത്തിന്റെയും അരിഞ്ഞ വൃക്ഷത്തിന്റെയും കമ്പടത്തിന് തൊലി ചെത്തി അതിൻ്റെ അകത്ത് ബാധിക്കാത്തിരും. ഏതായാലും ഈ മനുഷ്യനുണ്ടല്ലോ, ഈ യാക്കോബ്, അവൻ കുറച്ച് റിസർച്ച് ചെയ്തു. അതവൻ ചെയ്തു. അവൻ കുറെ റിസർച്ച് ചെയ്ത് അവരുടെ ഇത് കണ്ടു. അപ്പോ ആ വെള്ളം കുടിക്കാൻ വരുമ്പോ ഈ സാധനമായിട്ട് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ആടുകളുടെ ലൈംഗിക വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന എന്തോ അതിലുണ്ടത് കാണുമ്പോൾ. ഏതായാലും കൊള്ളാം, ഉണ്ടായ കുട്ടികൾ മുഴുവനും മറുകും പുള്ളി. അപ്പൊ അവൻ ഉത്സാഹിയല്ലേ. കുറച്ച് കഴിഞ്ഞ് ലാബാൻ മക്കളും വന്നപ്പോ എന്തുണ്ട്, ഒരു സൂചി കൊണ്ട് അക്കരയിക്കര കിടക്കുന്നതായിരിക്കുന്ന കുറച്ച് ആടുണ്ട്, കറുത്തതും വെളുത്തതും, നല്ലത് അടിച്ചതും കൊഴുത്തതും എല്ലാം. അങ്ങനെ കാരണം ആരോഗ്യമുള്ള ആടുകൾ ഇണയാൻ വരുമ്പോ ഇവൻ ഇതിട്ട് കൊടുക്കും. അപ്പൊ അവരെപ്പോഴും നോക്കിയിരിക്കണം ഏതാ ഈ 10,000, 1000, 2000 ആടുള്ളതിൽ ഇണചേരാൻ ഓരോ ആടും എപ്പോഴാണ് വരുന്നതെന്നും അന്നേരം ആരോഗ്യമുള്ളതാണോ അല്ല ലക്ഷണമുള്ളതാണോ അതിന് മാത്രം ഇട്ട് കൊടുക്കും. അപ്പൊ അവനങ്ങനെ നല്ല കുട്ടികളുണ്ടാവും. ലാബാൻ സൂത്രത്തിൽ ധനവാനാകാൻ ശ്രമിച്ചവനാണ്.
യാക്കോബ് അധ്വാനം കൊണ്ട് ധനവാനാകാൻ ശ്രമിച്ചവൻ. അവസാനം യാക്കോബ് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോ ഒരു വടിയും കൊണ്ട് മാത്രമേ കയറിയുള്ളൂ. ഇവ 3 ആട്ടുംകൂട്ടം, 3 പറ്റം. അവന്റെ സഹോദരനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി 250 ആടോ 50 ഒട്ടകമോ 10 കഴുതയോ ആടോ ഒക്കെയാ കൊടുത്തയച്ചു. ഒരു സാധാരണ ധനവാന്റെ ആട്ടും പറ്റും മുഴുവനും യാക്കോബ് ഏശാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് കൊടുത്തയച്ചു. അത്രയ്ക്ക് അവനുണ്ടായിരുന്നു. അധ്വാനശീലനാണ്. അധ്വാനശീലനായ മനുഷ്യരെന്നും അങ്ങനെയാണ്. അവരെ ഭയങ്കരമായിട്ട് വളരും, അല്ലാത്തതൊന്നും വളരെയില്ല. വല്ല അധ്വാനശീലരല്ലാത്ത അലസന്മാരുടെ ഒരു പ്രത്യേക കൃഷിയുണ്ട്. എന്തോന്നറിയോ? അതിന് അസൂയ കൃഷി എന്നാവും. അസൂയ കൃഷി. അവന്റെ തെങ്ങ് തന്നെയുണ്ട്. ഓ, അവന്റെ ഒരു തെങ്ങ്, കിടക്കുന്ന തേങ്ങ. അസൂയ കൊണ്ട് വല്ല ഗുണമുണ്ടോ? അസൂയ കൊണ്ട് ഒരു ഗുണവുമില്ല. അധ്വാനശീലം കൊണ്ടേ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ, സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സത്യസന്ധമായിട്ട് അധ്വാനിക്കണം. ഞാൻ പറയാം, പുതിയ പ്രമാണമാണ് സത്യസന്ധമായിട്ട് അധ്വാനിക്കുന്നവർ അധ്വാനത്തെ തീരുമാനിക്കും. 100 പേര് വിളയും എനിക്കറിയില്ല, പക്ഷെ ആവശ്യത്തിന് വിളയും. നിങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ, നിങ്ങളും കുടുംബവും പട്ടിണി കിടക്കാതിരിക്കാൻ ആവശ്യമായത് തരും ദൈവം. അതിൽ യാതൊരു സംശയവും. ഏത് ജോലി തന്നാലും, ഏത് ജോലിയായാലും ആ ജോലി സത്യസന്ധമായിട്ട് അങ്ങ് ചെയ്യണം. അതേക്കുറിച്ച് ഒരു ലജ്ജ തോന്നരുത്. 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കരുത്. എങ്ങനെ മനുഷ്യന് വെറുതെ ഇരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ എനിക്ക് വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ കൈ കുരുകും. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകിലല്ല മുറ്റത്തിറങ്ങി പച്ചക്കറിക്കോ കാട് പറിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട്, എഴുതുവോ വായിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നുമില്ലേ പാട്ട് പഠിക്കൊണ്ടിരിക്കും. മറ്റാർക്കും ചെയ്യാൻ വയ്യാത്തൊരു കാര്യം എനിക്ക് ചെയ്യാവുന്ന ഒരാൾ പറഞ്ഞു. എന്തായിരിക്കും അത്? അയാൾ പറഞ്ഞു, എൻ്റെ എഴുത്ത് എനിക്ക് വായിക്കാൻ ലോകത്തിൽ ഏത് പൊട്ടനും എഴുതി അവന്റെ അടുത്ത് അവന് വായിക്കാം. ഇയാൾ എഴുത്തെഴുതി കഴിഞ്ഞാൽ വല്ലവരെ കൊണ്ടും വായിപ്പിക്കണം. ഇയാൾക്ക് വായിക്കാൻ അറിയില്ല. ഇയാൾക്ക് നല്ല ഒരു മനുഷ്യർക്കും വായിക്കാൻ ഒക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അധ്വാനശീലരായ മനുഷ്യർ അങ്ങനെയല്ല. അവരെഴുത്തെഴുതിയാൽ നല്ല വടിവത്ത അക്ഷരങ്ങളും കൊണ്ട് അങ്ങോട്ട് എഴുതിയാലേ അത് കണ്ടാൽ തന്നെ എത്ര രസമാണ്. ഒരു വാക്യങ്ങൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം. മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. അധ്വാനം കൊണ്ടുണ്ടാകുന്നത് കൊതി കൊണ്ടുണ്ടാവുമോ? ഒരു തെങ്ങ് വെച്ച് വളമിട്ട് അതിന് തടമെടുത്ത് അതിന് കൂട്ടെല്ലുപൊടിയിട്ട് ആ വളമിട്ട് ഈ വളമിട്ട് എല്ലാം ഇട്ട് അതുണ്ടായിട്ട് 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ തേങ്ങ ഉണ്ടായി. അയൽവക്കാരൻ വന്ന കുതിക്കുക അതിന് വന്ന്, ഓ ഒരു കരിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ, അവന്റെ തലേ കരിക്കുണ്ടാവും. കൊതി കൊണ്ടൊന്നും നേടുന്നില്ല. കാശ് കൊടുത്ത് വാങ്ങിക്കാം, അല്ലാതെ ഉണ്ടാവില്ല. അധ്വാനശീലൻ, അധ്വാനിക്കണം. പഠിക്കുന്ന കാലത്തായാലും ഏത് കാലത്തായാലും അധ്വാനിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. മടിയന്മാരെ ദൈവം ഒരിക്കലും അനുഗ്രഹിക്കും. മടിയന്മാർ പിന്നെ അവസാനം കോപ്പി അടിക്കാനൊക്കെ ശ്രമിക്കുക. അവരുടെ പഠിത്തം അതാ. എങ്ങനെ വിദഗ്ധമായിട്ട് കോപ്പി അടിക്കാതെ ഇവിടെ വെക്കണോ, ഇവിടെ വെക്കണോ, ഇവിടെ എഴുതണോ, അവിടെ എഴുതണോ, ചില ചെരുപ്പേര് എഴുതും. എവിടെയൊക്കെ എഴുതിയാലും ജയിക്കില്ല. ഞാൻ മധ്യപ്രദേശ് ആയിരുന്നപ്പോൾ കോളേജിൽ ഈ എക്സാമിനേഷൻ ഇൻവിജിലേറ്റർ ആകുമ്പോൾ ഇവിടെ ചില പിള്ളേർ വരും. 5-6 കൊല്ലം ആ ഒരേ ക്ലാസ് വരുന്നതാണ്. വരുന്ന ഉടനെ ഒരു കടാരി എടുത്ത് ഡെസ്കിൽ ഇങ്ങനെ ഒറ്റ കുത്താൻ, എന്നിട്ട് പുസ്തകം തുറന്നു വെച്ച് എഴുതുക. ആരെങ്കിലും വന്ന് പിടിച്ചെങ്കിൽ അവൻ നെഞ്ചിലേക്ക് കുത്തിക്കയറ്റും. ഞങ്ങൾക്കുള്ള ഒരേ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യും. ക്വസ്റ്റ്യൻ വായിക്കാൻ അറിഞ്ഞിട്ട് വേണ്ട ഉത്തരം. അവൻ ക്വസ്റ്റ്യൻ വായിച്ച ഏതെങ്കിലും ഒരു പേജ് എഴുതിട്ട് അത് മുഴുവൻ കോപ്പി വരും. അത് എനിക്കൊരു വരികയില്ല. അവൻ അടുത്ത വർഷം അവിടെ തന്നെ വരും. അവന്റെ കടാരി കൊടുത്തിട്ട്. പഠിക്കാതെ കടാരിയും കൊണ്ട് ജയിക്കാൻ നോക്കുമോ? കടാരിയും കൊണ്ട് ജയിക്കാനും നോക്കുകയില്ല. പഠിച്ചെങ്കിലും ജയിക്കാൻ നോക്കും. അതുകൊണ്ട് അവനെ ആരും നോക്കില്ല. എഴുതിക്കോ, എത്ര പുസ്തകം വേണമെങ്കിലും വെച്ചെഴുതിക്കോ. അങ്ങനെയൊന്നും സാധിക്കുകയില്ല. പഠിക്കണം. അധ്വാനം അങ്ങനെയാണ്. അസൂയ കൊണ്ടും കൊതി കൊണ്ടും ഒന്നും ആരും ഇതുവരെ നേടിയിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, പ്രാർത്ഥന കൊണ്ട് നേടേണ്ടത് പ്രാർത്ഥിക്കാതെ നേടാൻ നോക്കുമോ? സുവിശേഷം പറഞ്ഞെങ്കിൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. സുവിശേഷം പറയാതിരുന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെടുമോ? ഒരു നല്ല പ്രസംഗം പ്രസംഗിക്കണമെങ്കിൽ എന്തോ ഒരു സമയം ബൈബിൾ പഠിക്കണം. ഇത് ബൈബിൾ പഠിക്കാതെ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ കുറച്ച് മുക്കലും കുറച്ച് മൂടലും ഒക്കെ വരണം. ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് കർത്താവ് അനുവദിച്ചാൽ, ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യൊക്കെ തിരുമ്മി എന്താ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ ചിലര് ഈ മുക്ക് മൂട് കൊണ്ടൊന്നും പ്രസംഗം വരുമില്ല. സ്പർജൻ പറഞ്ഞത് ആദ്യമായിട്ടൊരു പ്രസംഗം ചെയ്യുകയാണ്, ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു പ്രസംഗം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ 40 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്പർജനായിട്ട് അല്ല, സ്പർജന്റെ പ്രസംഗം പോലെ പ്രസംഗം ചെയ്യാത്തൊരു സമയം വേണം. നമ്മുടെ പ്രസംഗം കൊണ്ടൊരു പ്രസംഗം ചെയ്യാനെങ്കിൽ രാവിലെ ബൈബിൾ എടുക്കുക, ഇതാണ് ദൈവം എനിക്ക് വന്ന വചനം അല്ലേ? അതാ എന്താണ് വചനം?
എന്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ. വചനം കിട്ടി. അങ്ങനെ ഒന്നും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോ സാമ്പത്തിക സമൃദ്ധിയുടെ ഉറവ സത്യസന്ധമായ അധ്വാനമാണ്. ഞാൻ എന്റെ വചനം നിർത്താം. 4ാമത് അടുത്ത ആഴ്ച നമ്മൾ പറയാൻ പോകുന്നത് സാമ്പത്തിക സമൃദ്ധിയുടെ ഉറപ്പ് വിശ്വസ്തവും ഔദാര്യവുമായി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ഒരു വാക്യം വായിച്ചാൽ, ഒരു വാക്യമല്ല, പിന്നെ 11 വാക്യം വായിച്ചാലല്ലേ. അതാണ്, അധ്വാനിച്ച് സമ്പാദിക്കുന്നവന് വർദ്ധിച്ച് വർദ്ധിച്ച് വരും, അല്ലാതെ സമ്പാദിക്കുന്നവന്റെ കുറഞ്ഞു 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 പോകും. 18 അധ്യായം 9 വായിച്ചിട്ടുണ്ട്. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. ശലോമോൻ എങ്ങനെ ഇതൊക്കെ പറയാനായിട്ട് ഇങ്ങനെ കിട്ടിയെന്നുള്ളതാ. ശലോമോൻ മടിയനായിരുന്നില്ല കേട്ടോ. എന്തോ ഒരു പണിയായിരുന്നറിയോ. പണിത് ദേശം മുഴുവനും അങ്ങ് പണിയല്ലായിരുന്നു. തോട്ടങ്ങൾ ഉണ്ടാക്കി, എനിക്ക് കുളങ്ങൾ നിർമ്മിച്ചു, എനിക്ക് ഉദ്യാനങ്ങൾ ഉണ്ടാക്കി, ദാസന്മാരെ വാങ്ങിച്ചു, ദാസിമാരെ വാങ്ങിച്ചു. എന്തോ ഒരു പണിയാണ് ആ മനുഷ്യൻ ചെയ്തത്. അവസാനം ആളുകൾ വന്ന് അദ്ദേഹത്തിന്റെ മകൻ അബിയാവോട് പറഞ്ഞു, ദയവ് ചെയ്ത് ആരും ഒന്ന് കുറച്ചു കയറണമെന്ന് പറഞ്ഞു. അപ്പൻ കുറച്ച് പണികൾ ഇറക്കിയിട്ടെന്ന് ഞങ്ങളെ ക്ഷീണിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ എന്തായാലും ഒരു പണി ചെയ്തു. അത് ദൈവാലയം പണിതുപോലെ. ദൈവാലയം ആർക്കും പണിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇന്നും അതാണ് സ്റ്റാൻഡേർഡ്. ശലോമോൻ ദൈവാലയം. നമ്മളും അങ്ങനെ വേണം കേട്ടോ. നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്. എനിക്ക് ചില ആളുകളെ വളരെ ഇഷ്ടമാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല. നല്ല അധ്വാനശീലരായ ആളുകളാണ്. അവരെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചില ആളുകൾ മടിയരാകരുത്. ഞാനിപ്പോഴും ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ ചെന്നപ്പോൾ, ഒരു വലിയ വീടാ. അയാൾ ചോദിച്ചു, എന്നാ ജോലി എന്ന് ചോദിച്ചു. വേറെ സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞു സുവിശേഷ വേലയാന്ന്. സുവിശേഷ വേല. ഭാര്യ എടിയാ 9 കിലോ ഉള്ള കൂന്നാലിഞ്ഞിട്ടെടുത്തേ ഉപദേശിലേക്ക് കൊടുക്കട്ടെ, ഇറങ്ങി വൈദ്യം വരെ കളയ്ക്കാൻ പറഞ്ഞു. ചുമ്മാ നടക്കുക മടിയന്മാരായിട്ട് സുവിശേഷമൊന്നും പറഞ്ഞു. അയാൾ വലിയ അധ്വാനശീലനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ബൈബിൾ എടുത്ത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടാന്നോ, കർത്താവിനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒരു കാപ്പിയോ കുടിച്ചിട്ട് ഇറങ്ങി സ്തോത്രം പറഞ്ഞിട്ട് ഇറങ്ങി പോരുന്ന പരിപാടി ആയിരിക്കും നമുക്ക്. പക്ഷെ അയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ അത് അലസന്മാരുടെ ജോലിയാണെന്ന് അവിടെ തെറ്റിപ്പോയി. അത് അലസന്മാരുടെ ജോലിയല്ല, ഏറ്റവും വലിയ ജോലിയാണ് മനുഷ്യരെ പിടിക്കുന്ന ജോലിയല്ലേ. പത്രോസിനോട് പറഞ്ഞ അതല്ലേ, മീൻ പിടിക്കുന്ന ജോലി നിന്നെ മനുഷ്യരെ പിടിക്കാൻ. ഒരു മീൻ പിടിക്കുന്ന ഒരു മനുഷ്യനെ പിടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചുള്ളൂ. നിങ്ങൾ ഈ മാർക്കറ്റിൽ ഒരു മനുഷ്യനെ പിടിച്ചു നിങ്ങൾ പോകുന്നില്ലേ? ഓരോ സ്ഥലം ചാരും മൂടി പോകുന്നില്ലേ? എത്ര കാലം ഒരു മനുഷ്യനെ പിടിക്കാൻ പോകുന്നു? മണിവേല പോകുന്നില്ലേ? എത്ര കാലം നടന്ന ഒരു മനുഷ്യനെ പിടിക്കുന്നു? അതിന് അയാളുടെ പുറകെ നടക്കാനായിട്ട് എന്തോ ഒരു ക്ഷമ വേണം. ഒരു വീട്ടിലൊക്കെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? 5 പ്രാവശ്യം, 6 പ്രാവശ്യം, 7 പ്രാവശ്യം, 8 പ്രാവശ്യം ഒക്കെ ഓരോ വീട്ടിൽ പോകും. ഇതിന്റെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. മടിയന്മാരുടെ ജോലിയല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആളുകൾ സാമ്പത്തികമായും ആത്മീയമായും എല്ലാ നിലയിലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ തക്കവണ്ണം അധ്വാനശീലരും സത്യസന്ധരും ദൈവഭക്തരും ഒക്കെ ആയിരിക്കും. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവഭക്തിയോട്ടിരുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കും. അധ്വാനം വിശ്വസ്തമായി സത്യസന്ധമായി അധ്വാനിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മെ അനുഗ്രഹിക്കാന്ന് പഴയ നിമിത്തി മാത്രമല്ല, പുതിയ നിമിത്തിലും ദൈവം അനുഗ്രഹിക്കും. പക്ഷേ പണം കൊണ്ട് നമ്മളെ ഇട്ടുകൂടാനുള്ള പണമൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷേ തൊട്ടുകൂട്ടാനുള്ള പണം നമുക്കുണ്ടാവും. ഇട്ടുമൂടാനുള്ള പണമില്ലെങ്കിൽ തൊട്ടുകൂട്ടാനുള്ള പണം അത് നമുക്ക് ധാരാളം മതി. ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്നാണ്. കാരണം നമുക്കിവിടെ തരുന്നതെല്ലാം നമ്മുടെ ബാറ്റായ നമ്മുടെ ശമ്പളവും അലവൻസും മുഴുവനും അവിടെ കർത്താവ് വെക്കുക. അങ്ങനെ അധ്വാനശീലരായ ആളുകളുടെ ശമ്പളം അവിടെ സ്വരൂപിക്കുക. ഇവിടെ നമുക്ക് തരുന്നത് എന്താണ്? ബാറ്റ തരും. ഡ്രൈവർമാർക്ക് ബാറ്റ ഉണ്ട് 100 രൂപ. അതുകൊണ്ട് അവർ കാപ്പിയും ചായയൊക്കെ കുടിക്കാം. അവരുടെ ശമ്പളം ഉണ്ട്, അത് മാസത്തിന്റെ അവസാനമേ കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മുടെ ശമ്പളം അവിടെ പിടിച്ചു വെക്കുകയും ബാറ്റ കൊണ്ട് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യും. ഒരു കുറവും നമുക്ക് വരെ. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.